Okay. So, good evening, guys. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ലോങ് ടേം ലയബിലിറ്റിന്റെ സൈഡായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതാ പറഞ്ഞത്. അതിൽ തന്നെ നമ്മൾ കുറച്ച് കേസുകളൊക്കെ പറഞ്ഞു. പ്രൊവിഷൻസിന്റെ കേസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ദിവസം പ്രൊവിഷൻ, ലയബിലിറ്റി തന്നെയുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലയബിലിറ്റി, അതിന്റെ ബുക്കിംഗ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ലോങ് ടേം ലയബിലിറ്റിയിൽ ഞാൻ പറഞ്ഞു, അന്ന് ഇന്നലെ എടുത്ത പപ്പ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് പറയാനുള്ളത് ബേസിക്കലി പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടാണ്. എംപ്ലോയ്മെന്റിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്തേക്കുള്ള പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റിന്റെ കേസും അതൊക്കെയാണ് പറയാനുള്ളത്, ആ ഒരു സൈഡ്. പിന്നെ നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് ആണ് ഇനി കാര്യമായിട്ട് പറയാനുള്ളത്. നമുക്ക് അറിയുന്ന കേസൊക്കെ തന്നെയാണ്, സിമ്പിളാണ്. അതായത് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ലയബിലിറ്റി 1 ഇയറിനുള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ലയബിലിറ്റീസ് ഒക്കെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയും. അപ്പോൾ അതാണ് പിന്നെ ഒരു സൈഡ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. സോ അത്രയും നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള ലെഡ്ജർ ഐറ്റംസ് ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരുവിധം എല്ലാം നമ്മൾ തൊട്ടിട്ടൊന്നുമില്ലെങ്കിലും ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ തൊട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, അതെല്ലാം കൂടി ക്രോഡീകരിച്ചുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഒരു FS ഉണ്ടാക്കാനൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചതിൽ നിന്ന് ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൈഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ. സോ ഇനി നമ്മൾ നേരെ അതിലേക്കാണ് പോകാനുള്ളത്. മേജർ ടോപ്പിക് നമുക്ക് അതാണുള്ളത്. പിന്നെ സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോഹോൺ ടാലിയൊക്കെയാണ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത്. FS ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പറയാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇന്ന് വേറൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മളൊരു സ്പെഷ്യൽ ഡേ ആയിട്ടാണ് കാണുന്നത്. ഒന്നുമില്ല, നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ആക്ടിവിറ്റീസ് ആയിട്ടൊന്നും നമ്മളൊന്നും ചെയ്യാറില്ല. നമ്മളൊന്നും ഡ്രൈ ക്ലാസ്സുകളല്ലേ. നമ്മൾ ഡെയിലി ഞാനിങ്ങനെ കുറേ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, പോകുന്നു എന്ന് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ഡേ പിടിക്കാം. ഓക്കെ. വെറൈറ്റി ഡേ എന്ന് പറയാൻ പറ്റില്ല, ക്ലാസ് തന്നെയാണ്, വേറെ പാട്ടും പരിപാടിയും ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ക്ലാസ് തന്നെയാണ്, പക്ഷേ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാം. ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ചോദ്യങ്ങളാണ്. ഓക്കെ. ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ പഠിച്ച പല സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഇതുവരെ നമ്മൾ പറഞ്ഞ പല ടോപ്പിക്കുകൾ ഉണ്ടാവാം. ഓക്കെ. അതിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷനാണ്. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കൈൻഡ് ഓഫ് ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ അക്കൗണ്ട്സിലെ ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ. അപ്പോൾ അവിടെ എന്താ വരിക എന്നുള്ളത് നിങ്ങളെ സജഷൻസ് പറയാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെയുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന്. നമ്മളൊരു പുതിയ ടോപ്പിക് പറയുന്നതിന് പകരം നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാറൊന്നുമില്ല. നമ്മൾ പൊതുവേ നമ്മൾ ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞ ദിവസം ഒക്കെ നമ്മൾ എന്നും ഞാൻ ടോപ്പിക് ഡിസ്കസ് ചെയ്യുക, നിങ്ങൾ കേൾക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ഓപ്പൺ ഡിസ്കഷനൊന്നും നമ്മൾ ഒരു ദിവസം വെച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അതിന് പറ്റിയൊരു ടൈമാണ്. നമ്മളൊരു സിലബസിൻ്റെ ഒരു വലിയൊരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മളിങ്ങനെ അടുത്തൊരു ചെറിയ പോർഷനിലേക്ക് പോകാൻ നിൽക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ടൈമാണ്. ആൻഡ് നമ്മൾ പഠിച്ച കുറേ സാധനങ്ങളുണ്ട് ഇപ്പോൾ. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. പഠിച്ചോന്ന് എനിക്കറിയില്ല, പക്ഷേ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനും കൂടി പറ്റിയ ഒരു ടൈമാണ്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഇപ്പോൾ തന്നെ ഇനി ക്ലാസ്സിൽ എന്ന് വിചാരിച്ചിട്ട്, ക്ലാസ് തന്നെയാണിത്, ഇല്ല എന്ന് വിചാരിച്ചിട്ട് പോകരുത്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ. റെഡി അല്ലേ? എല്ലാവരും റെഡി അല്ലേ? അങ്ങനെ ചെയ്താലോ? ഓക്കെ അല്ലേ? ആരും ഒന്നും പറയണില്ലല്ലോ. ആ, ഓക്കെയാണ്. ഓക്കെ. ഓക്കെ. ചെറിയ ചെറിയ കേസ് നമുക്ക് ആദ്യം തുടങ്ങാം. ചെറിയ ക്വസ്റ്റ്യൻ, ആദ്യം ചെറിയ ലെവലിലുള്ള കേസുകളൊക്കെ നമുക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, കുറച്ചും കൂടി വലിയ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തത്, സൗണ്ട് പോയാണോ? ഇല്ല ഇല്ല ഇല്ല, കൊണ്ടുപോയിട്ടില്ല. ചെറിയ 2-3 ക്വസ്റ്റ്യൻസ് ഡൗട്ടായിട്ട് ഞാൻ ചോദിക്കാം. ഐ മീൻ എൻട്രി എന്നല്ല, ഡൗട്ടുകളായിട്ട് പറയാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒരു ബിസിനസ്സുകാരന്, ഓക്കെ, ഒരു ബിസിനസ്സുകാരന് അയാളുടെ ക്രെഡിറ്റർ, അതായത് അയാളുടെ സപ്ലയർ, ഓക്കെ, സപ്ലയറെ കയ്യിൽ നിന്ന് അയാൾ എന്ത് ചെയ്തു,
അയാൾക്ക് ഒരു ബിസിനസ്സിൽ ഒരു ഗിഫ്റ്റ് കിട്ടി. ഓക്കെ, ഗിഫ്റ്റ് കിട്ടി. ഏകദേശം ഒരു 50,000 റുപ്പീസ് വിലയുള്ള ഒരു ഗിഫ്റ്റ് കിട്ടി. 50,000 രൂപയിലുള്ള ഗിഫ്റ്റ് കിട്ടി. നിങ്ങളുടെ ബിസിനസ്സിലാണ് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക? മനസ്സിലായോ? അതായത് നിങ്ങളെ സപ്ലയർ നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഒരു ഗിഫ്റ്റ് കിട്ടി. 50,000 റുപ്പീസ് ഗിഫ്റ്റ് വിലയുള്ള ഒരു ഗിഫ്റ്റാണ്. ആൻഡ് ഇതൊരു മെഷീനാണ്. ഓക്കെ, ഒരു മെഷീനാണ്. ഐ മീൻ ഒരു അസറ്റായി കാണാൻ പറ്റുന്ന മെഷീനാണ്. സപ്ലയർ ആണ് തന്നത്, ഗിഫ്റ്റാണ്, 50,000 ആണ്, എമൗണ്ട് 50,000 ആണ്. എങ്ങനെ നമ്മുടെ അക്കൗണ്ട്സിൽ ഇതിനെ ബുക്ക് ചെയ്യും? ഓരോരുത്തർ പറഞ്ഞാൽ മതി, എല്ലാവരും കൂടി പറയണമെന്നില്ല. എന്ത് ചെയ്യാനായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ മെത്തേഡ്? അതായിരിക്കും ആക്ച്വലി ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇത് കൺസെപ്റ്റ് നമ്മൾ പറയുന്നത് ഫ്രീ അസറ്റ് എന്നാണ് ഇതിനെ പറയും. ഫ്രീ അസറ്റ്സ്, ഫ്രീ അസറ്റ്സ് ആണ്. ആക്ച്വലി ഫ്രീ ആയിട്ട് ഒരാൾ നമുക്ക് എന്ത് തരാണ്, ഗിഫ്റ്റ് തരാണ് അസറ്റ്. എങ്ങനെ ട്രീറ്റ് ചെയ്യും നമ്മൾ? എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഐഡിയ ഉണ്ടോ? ഒരു രക്ഷയില്ല. അങ്ങനെ പറയരുത്, നോ ഐഡിയ. അപ്പൊ ഇതാണ് ബുദ്ധിമുട്ട്. മറ്റേ നമ്മൾ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ചെറിയ കാര്യം പറയുമ്പോൾ ബുദ്ധിമുട്ടില്ല. അത് ഗിഫ്റ്റ് എന്നുള്ള ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് ട്രിക്കാണോ പ്രശ്നം. അത് ഇടുന്നത്? കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇല്ല, അത് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല, കാശൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്തുണ്ട്, 50,000 വിലയുള്ള സാധനം ആളെന്ത് ചെയ്തിട്ടുണ്ട്, ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് ഒരു ഡൗട്ട് തോന്നുന്നത് എന്താണ് പക്ഷേ ചെയ്യുന്നത്. നമ്മൾ അസറ്റിൽ കാണിക്കും വേണം, ഗിഫ്റ്റാണ് അയച്ചിട്ട് എന്താ, ഗിഫ്റ്റാണെന്ന് വിചാരിച്ചിട്ട് എന്താ, ഞാൻ അതിന്റെ വെർത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, മൂല്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഓഫ് കോഴ്സ് ഇത് എന്ത് കാണിക്കേണ്ടി വരും, അസറ്റ് കാണിക്കേണ്ടി വരും. അല്ലാന്ന് അസറ്റ് കാണിക്കണ്ട എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? അസറ്റ് കാണിക്കണ്ട, അസറ്റ് കാണിക്കേണ്ടി വരില്ലേ? അസറ്റ് കാണിക്കണം. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ ആക്ച്വലി ബിസിനസ്സിൽ നമ്മളെ സപ്ലയർ അല്ലെങ്കിൽ നമ്മുടെ വെണ്ടർ നമുക്കൊരു ഗിഫ്റ്റ് തരാനുള്ള റീസൺ നമ്മൾ ആ വെണ്ടറുമായിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ വെണ്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി നമ്മുടെ ബിസിനസ്സിലെ നല്ല പ്രാക്ടീസിന് നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്, സമ്മാനമാണ്. ഗിഫ്റ്റ് കിട്ടി, നമുക്ക് കിട്ടിയത് മെഷീനാണ്. മെഷീൻ ആക്ച്വലി നമ്മളെ ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ നമ്മുടെ ഓണർ ആരും കൊണ്ടുപോകല്ല, ബിസിനസ്സിൽ യൂസേജിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അസറ്റിന്റെ പ്രൈമറി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അസറ്റ് യൂസിന് വേണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സിൽ എന്ത് ചെയ്യണം, നമ്മൾ അസറ്റ് ബുക്ക് ചെയ്യൽ നിർബന്ധമാണ്, അസറ്റ് ബുക്ക് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ അസറ്റ് കാണിക്കൽ നിർബന്ധമാണ്. സോ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, എന്ത്, 50,000 അസറ്റിനെ നമ്മൾ കാണിക്കണം, അക്കൗണ്ട്സിൽ കാണിക്കണം. ഈവൻ ദോ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, 1 രൂപ പോലും നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, സോ ഫിക്സ്ഡ് അസറ്റ് 50,000 ഡെബിറ്റ് ചെയ്യണം. ഓഫ് കോഴ്സ് ഇത് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം, എന്നാലേ അസറ്റ് എന്തേ ഉള്ളൂ, കയറുള്ളൂ. ഇനി എല്ലാവർക്കും കൺഫ്യൂഷൻ എന്തായിരിക്കും, ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ആരെ ക്രെഡിറ്റ് ചെയ്യും? കാരണം ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ക്യാഷ് പോയിട്ടില്ല അല്ലേ, ക്യാഷ് പോയിട്ടില്ല, ബാങ്ക് പോയിട്ടില്ല. സോ എന്ത് ചെയ്യും, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗിഫ്റ്റ് അക്കൗണ്ട്. ഗിഫ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് വൺ ലെഡ്ജർ ഇൻ ഹിസ് നെയിം. ആരുടെ പേരിൽ? സപ്ലയറുടെ പേരിലോ? അപ്പോൾ സപ്ലയറുടെ ബാലൻസ് കുറയില്ലേ? അപ്പോൾ തെറ്റൂലേ, സപ്ലയർ ബാലൻസ് തെറ്റൂലേ? സപ്ലയർ ഗിഫ്റ്റ് തന്നത് അയാളുടെ ആക്ച്വൽ പേയ്മെന്റ് കുറക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അയാളുടെ ആക്ച്വൽ പേയ്മെന്റ് വേറെ തന്നെ ഉണ്ട്, അയാൾക്കുള്ള വെൻഡർക്കുള്ള ആക്ച്വൽ പേയ്മെന്റ് വേറെ തന്നെ ഉണ്ട്. ഇനി ഗിഫ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗിഫ്റ്റ് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ എന്ത് ചെയ്യും പിന്നെ? അത് ഗിഫ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം ആയിട്ട് കാണിക്കണം. ഗിഫ്റ്റിനെ നമുക്ക് ഇൻകം എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പേരിൽ ടാക്സ് കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ വിഷയമാവില്ലേ? അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട്. സോ എപ്പോഴെങ്കിലും കമ്പനിയിൽ ഈ തരത്തിൽ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് കാണിച്ചാൽ മതി, ഓണേഴ്സിന്റെ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ മതി. ഓണേഴ്സ് നല്ല രീതിയിൽ ബിസിനസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഓണർ എല്ലാവരുടെയും ഓണർ, ഐ മീൻ ഒരാളെ പേരിൽ കാണിക്കണോ, 2 പേരുടെ പേരിൽ കാണിക്കണോ, അങ്ങനെയൊന്നുമല്ല. ടോട്ടൽ ഓണേഴ്സിന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ കമ്പനീന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രീ ആയിട്ട് കിട്ടിയ ഗിഫ്റ്റിനെ കാണിക്കുക, അസറ്റിന് എന്ത് ചെയ്യുക, ബുക്ക് ചെയ്യുകയും ചെയ്യുക. ഇതാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, സോ അസറ്റ് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രീ അസറ്റ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഈ തരത്തിൽ സപ്ലയറെ കയ്യിൽ നിന്ന് ഫ്രീ അസറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, യൂസേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, മെഷീൻ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ യൂസേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അസറ്റിനെ ബുക്ക് ചെയ്യൽ നിർബന്ധമാണ്. ടു ക്രെഡിറ്റ് ചെയ്യേണ്ട എങ്ങോട്ടായിരിക്കണം, ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇത് ഞാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പറയാണ്. ഇതല്ലാത്ത നിങ്ങൾക്ക് ഐഡിയസ് ഉള്ളതൊക്കെ നിങ്ങൾക്കും പറയാട്ടോ. അത് ഞാൻ ഒരു ക്ലാസ് അങ്ങനെ പറയല്ല, നിങ്ങൾക്ക് വേറെ ഐഡിയ തോന്നുന്നെങ്കിൽ അതൊക്കെ പറയാം. ഓക്കെ, ഇനി
സോ ഒരു ക്വസ്റ്റ്യൻ ആയി. രണ്ടാമത്തെ സൈഡ് നോക്കാം. സാറ് സാറ് ഹലോ പറയ്. പറഞ്ഞോളി, കേൾക്കണ്ടേ? സാർ, അപ്പോ മെറ്റീരിയല് വെറുതെ തന്നാലോ? അതായത് ഈ സപ്ലയർ ഇവിടുന്ന് കുറെ പർച്ചേസ് ചെയ്യല്ലേ, അപ്പോ ഈ ഇന്നൊരു 15,000 മെറ്റീരിയൽ നമുക്ക് ഫ്രീ ആയി തന്നാലോ? മെറ്റീരിയൽ തന്നതിന്റെ പേരിൽ സപ്ലയർ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ആയിട്ട് തരികയാണോ? അല്ല അല്ല, ഇത് വെറുതെ ഫ്രീ ആയിട്ട് നമ്മളിപ്പോ ഈ തന്ന പോലെ കൂടുതലായി തന്നെ തരില്ലേ? ഇങ്ങനെ അതെ, കാണിച്ചാൽ മതി, ഇങ്ങനെ കാണിച്ചാൽ മതി. ഗിഫ്റ്റ്. അപ്പോ അത് അസറ്റ് അല്ലല്ലോ, അത് ഇത് ഗുഡ്സ് സ്റ്റോക്ക് അല്ലേ? കാണിക്കുക. ഇവിടെ അസറ്റിന് പകരം ഇൻവെന്ററി കാണിക്കുക. ഇൻവെന്ററി കാണിക്കുക, ക്യാപിറ്റല്. പിന്നെ ടു ക്യാപിറ്റൽ ആവോ? ക്യാപിറ്റൽ കാണിച്ചാൽ മതി. അല്ല, അപ്പോൾ സപ്ലയർ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. സപ്ലയർ കാണിച്ചു കഴിഞ്ഞാൽ സപ്ലയർ ബാലൻസ് തെറ്റൂലേ? അതാ ഞാൻ ചോദിച്ചത്. സപ്ലയർ ചിലപ്പോൾ ഡിസ്കൗണ്ട് ആയിട്ട് തരുന്നതൊക്കെ ഉണ്ടാവും. ഡിസ്കൗണ്ട് ആയ പോലെ ഗിഫ്റ്റ് തരുന്നത് കുറച്ച് ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ തരും. അങ്ങനെ തരികയാണെങ്കിൽ നമ്മൾ സപ്ലയറെ ക്രെഡിറ്റ് ചെയ്യണം. അല്ല, നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റലിലേക്ക് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. വേറെ എങ്ങോട്ട് കാണിക്കാം നമുക്ക്? വേറെ ഒരു ഓപ്ഷൻ ഐഡിയയിൽ ഉള്ളത് പറയും. വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അല്ല, ഒന്നുമില്ലല്ലേ? ആലോചിച്ചോളി, ഉണ്ടെങ്കിൽ പറഞ്ഞോളി, കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഐഡിയയിൽ വെച്ച് പറഞ്ഞാണ്. നിങ്ങൾക്ക് വേറൊരു ഐഡിയ നിങ്ങൾ പറയും, കുഴപ്പമില്ല. അത് ഞാൻ കരുതിന്റെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിക്കാണ്ട് ഉം, ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. ഉം. എന്നിട്ട് അണ്ടർ ആ സപ്ലയറിന്റെ പേരില് കൊടുക്കാം. വേറൊരു ലെഡ്ജർ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് ഉം. അത് കുഴപ്പമില്ല, പക്ഷെ അതിന് നമുക്ക് കറണ്ട് അസറ്റ് ആയി കാണിച്ച്. കറണ്ട് സംഭവം നിങ്ങൾ പറഞ്ഞ ഓക്കെയാണ്. പക്ഷെ പിന്നെ ഈ ലെഡ്ജർ നമ്മൾ എന്ത് ചെയ്യും? ഈ സപ്ലയറെ കയ്യിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ ബാലൻസ് കൊടുക്കൂലേ? അല്ല, അപ്പൊ ഇത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഒരു 2-3 ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോ അത് കൺഫ്യൂസ്ഡ് ആവില്ലേ? കാരണം ക്യാപിറ്റലിൽ ഇങ്ങനെ കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിപ്പോ ഇങ്ങനെയല്ലേ കാണുന്നുള്ളൂ. ഇപ്പോ ഈ അസറ്റ് കൂടി ക്യാപിറ്റലിന്, അതായത് അസറ്റ് കൂടി ക്യാപിറ്റലിന് ഇട്ടു എന്നല്ല ഇത് കാണിക്കേണ്ടത്. അപ്പൊ ഇത് ക്യാപിറ്റലിൽ വന്നു, അതായത് ക്യാപിറ്റൽ പോലെ വന്നു. നമുക്കിപ്പോ അതെ. ഗവൺമെന്റ് നമുക്ക് സബ്സിഡി തരികയെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ ഗവൺമെന്റ് സബ്സിഡി തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റ് സബ്സിഡി ശരിക്കും ക്യാപിറ്റലിന്റെ കൂടെ കൂട്ടി കാണിക്കുക. ഗവൺമെന്റ് സബ്സിഡി തരുന്നത് ഇൻകം ആയിട്ടല്ലാതെ. ഇപ്പൊ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് നമുക്കൊരു ഫണ്ട് തരികയാണ്. സ്റ്റാർട്ടപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഒരു ഫണ്ട് ഗവൺമെന്റിന്റെ സൈഡ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഫണ്ട് ക്യാപിറ്റൽ ആയിട്ടാണ് കാണിക്കുക. അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കരുതിയപ്പോ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് 2-3 വർഷം കഴിഞ്ഞ് നമ്മളിപ്പോ ഇത് നോക്കാണ്, റിവൈസ് ചെയ്യാണ്, ഒരു ഓഡിറ്റിംഗ് ചെയ്യുമ്പോ നമ്മള് ഇത് നോക്കുമ്പോ ജസ്റ്റ് മനസ്സിലാവില്ലല്ലോ. നരേഷൻ കൊടുത്താൽ മതി. അത് നമ്മൾ നരേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ബാക്കിലോട്ട് പോയി നോക്കുക തന്നെ വേണ്ടി വരും. എങ്ങനെ ക്യാപിറ്റൽ കൂടി അങ്ങനെ നോക്കുക. ഈ ലെഡ്ജർ ആവുമ്പോ ഇങ്ങനെ ഗിഫ്റ്റ് ലെഡ്ജർ എന്ന് പറഞ്ഞ ലെഡ്ജർ കാണുന്നുള്ളത് അല്ലേ? അതെ പക്ഷെ അതെ. ഇനി അങ്ങനെ ഗിഫ്റ്റ് ലെഡ്ജർ പറഞ്ഞ ഒരു ലെഡ്ജർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഗിഫ്റ്റിന്റെ ലെഡ്ജറിന്റെ അണ്ടർ ഒരിക്കലും നിങ്ങൾ സപ്ലയർ കൊടുക്കാൻ പറ്റില്ല. ലെഡ്ജർ ഏറ്റവും നല്ലത് എന്നാ കഴിഞ്ഞാൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ലെഡ്ജർ കറണ്ട് അസറ്റ് കൊടുത്തൂടെ? കറണ്ട് അസറ്റ് കറണ്ട് അസറ്റ് കറണ്ട് അസറ്റ് കൊടുത്തു കറണ്ട് കഴിഞ്ഞാൽ അസറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ? കറണ്ട് അസറ്റ് അസറ്റ് കൊടുക്കുക ആണല്ലോ എങ്ങനെ? അല്ലേ? നമ്മൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ അസറ്റ് നമുക്ക്. ഇല്ല. നമുക്കൊരു ലയബിലിറ്റി പോലെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലയബിലിറ്റി വന്നെങ്കിൽ നിങ്ങൾ ക്യാപിറ്റലിന്റെ അണ്ടറിലാണ് ഏറ്റവും സ്യൂട്ടബിൾ. അതായത് ആക്ച്വലി നമ്മൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റലിന് പകരം വരുന്നൊരു നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ കിട്ടുകയാണ്. നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തതിന്റെ പേരിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുകയാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അത് ആക്ച്വലി. അപ്പൊ ഏറ്റവും സ്യൂട്ടബിൾ ക്യാപിറ്റലിന്റെ അണ്ടറിൽ കാണിക്കുക തന്നെയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നരേഷൻ കൊടുക്കാം. ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ അണ്ടർ ക്യാപിറ്റൽ ആക്കിയാൽ മതി. ഒരിക്കലും സപ്ലയർ അണ്ടർ കൊണ്ടിട്ട് ചെയ്യരുത്. സപ്ലയർ അണ്ടർ കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ സപ്ലയർ ബാലൻസ് തെറ്റും. ഓക്കെ, ഞാൻ സപ്ലയർ എന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെ ജസ്റ്റ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തടാ, അതിന്റെ അണ്ടർ ഓക്കെ. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ ഇതില് നമുക്ക് ക്യാപിറ്റൽ 50,000 കൂടുതലായിട്ട് വന്നു കാണിക്കൂലേ? കാണിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ അതർ ഇൻകം ആയിട്ട് കാണിക്കാൻ പറ്റും. അതർ ഇൻകം ആയി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് വലിയ ടാക്സ് കൊടുക്കേണ്ടി വരില്ലേ? അതിന് റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ആയിട്ട് കാണിക്കാം. ടാക്സിന്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നല്ലേ? അതെ, നമുക്ക് ശരിക്കും ഇത് ഇൻകം, ആക്ച്വലി ഇതൊരു ഇൻകം കൈൻഡ് ഓഫ് ഇൻകം തന്നെയാണ്. ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇൻകം തന്നെയാണ്. നമുക്ക് ഇൻകം ആയിട്ട് ബുക്ക് ചെയ്യാം. പക്ഷെ ഇൻകം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടാക്സ് ഒക്കെ കൊടുക്കേണ്ടി വരില്ല അതിന്റെ പേരില്. പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച്. ഓക്കെ 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 ഓക്കെ. ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ. One more question.
ഒരു കമ്പനി ഓക്കെ, ഒരു കമ്പനി അവര് ഗുഡ്സ് ഒന്നും വിറ്റില്ല, ഒരു ഗുഡ്സും വിറ്റില്ല. ഈസി ക്വസ്റ്റ്യൻ ആണ്. അല്ലെ വേണ്ട, ആ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തതിൽ ഡിസ്കസ് ചെയ്യാം. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒന്നും കൂടി കൈൻഡ് ഓഫ് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം. വേറൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, ബട്ട് ഞാനൊന്ന് ചോദിച്ചിടാം. ഓക്കെ, ഒരു ബിസിനസ്സുകാരൻ എന്ത് ചെയ്തു, ഇതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ബിസിനസ്സുകാരൻ എന്ത് ചെയ്തു, 10,000 റുപ്പീസ് അവരുടെ ഓണറെ ഓണറെ ഡോട്ടർ ഓണറെ കുട്ടീൻ്റെ സ്കൂൾ ഫീസ് അടച്ചു. ഓക്കെ, ഹൗ വി ട്രീറ്റ് ഇറ്റ്, നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും അറിയുന്ന തന്നെ ആയിരിക്കും. എന്നാലും ഒന്ന് പരിചയമില്ലാത്തവരുണ്ടെങ്കിൽ എങ്ങനെ അക്കൗണ്ട്സ് കാണിക്കും? ഡ്രോയിങ്സ് ആയിട്ട്. ഓക്കെ, വേറെ ഏതെങ്കിലും ഉണ്ടോ? ഡ്രോയിങ്സ് അല്ല എന്നുള്ള അഭിപ്രായം ഉണ്ടോ? എല്ലാവർക്കും അതന്നെയല്ലേ അഭിപ്രായം? വേറെ മാറ്റം എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഡ്രോയിങ്സ് തന്നെയാണ് എൻട്രി വരിക, വ്യത്യാസമില്ല എന്ന് വിചാരിക്കുന്നു. ഡ്രോയിങ്സ് അക്കൗണ്ട്, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണറെ ഡ്രോയിങ്സ് പോലെ, അതായത് ബിസിനസ് എക്സ്പെൻസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓണറെ ക്യാപിറ്റലിലേക്ക് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. 10,000 ഡെബിറ്റ് ചെയ്യുക. ടു ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. സോ ഓണർ ഉള്ള ഇത്തരം ഓണേഴ്സിന്റെ എക്സ്പെൻസ് ഒക്കെ ഈ രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ ഞാൻ ഇവിടെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഫീസ് മാത്രം എടുത്തത്, അല്ലാത്തതൊക്കെ അതല്ലാത്ത വേറെ എന്തെങ്കിലും ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്കാണ് കാണിക്കേണ്ടത്. ഈസി ആയിട്ടുള്ള സാധനമാണ്. ഇനി one more question. ഔട്ട്പുട്ട് ഇൻപുട്ട് എൻട്രി, അതുമായി ബന്ധപ്പെട്ടൊരു കേസും കൂടി പറയാം. ഔട്ട്പുട്ട് ഇൻപുട്ട് എൻട്രി, അതായത് സെയിൽസും പർച്ചേസും വരുമ്പോൾ വാറ്റിന്റെ ലെഡ്ജർ, ഇത് കുറെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. വാറ്റിന്റെ ലെഡ്ജർ എങ്ങനെ ക്ലോസ് ചെയ്യാം, വാറ്റിന്റെ ലെഡ്ജറിൽ എന്താ ചെയ്യാം? സോ ഫസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സെയിൽസുമലാണ് നമുക്ക് എന്ത് വരിക, ഔട്ട്പുട്ട് വരിക. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസുമലാണ് വരിക. ഓക്കെ, ഇതിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. സെയിൽസിന്റെ നോർമൽ എൻട്രി എന്താ വരിക, ഒരു ക്രെഡിറ്റ് സെയിൽ ആണെന്നുണ്ടെങ്കിൽ നോർമൽ എൻട്രി എന്താ വരിക, ഒരു നോർമൽ ക്രെഡിറ്റ് സെയിൽ, നമ്മളൊരു എക്സ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ വാറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, വാറ്റ് ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ ജേർണൽ എൻട്രി എന്താ വരിക, എന്താ ജേർണൽ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വാറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വാറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ആണോ? എല്ലാവരും ഓക്കെ ആണോ? തന്നെയാണെന്ന് ഉറപ്പാ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇത് കറക്റ്റ് ആണെന്ന് തന്നെയാണോ നിങ്ങൾ എല്ലാവരും അഭിപ്രായം? ആ ക്വസ്റ്റ്യൻ Normal എന്താ sale. പറഞ്ഞ? ക്രെഡിറ്റ് ആണോ വരാ? ഓക്കെ, ഒരാൾ പറയുന്നു വാറ്റ് ക്രെഡിറ്റ് ആണ്. വേറെ ക്വസ്റ്റ്യൻ വാറ്റ് ഡെബിറ്റ് ആണോ? ഒന്നുകൂടെ ഞാൻ ചോദിക്കാം, വാറ്റ് ഡെബിറ്റ് ആണെന്ന് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ വാറ്റ് ക്രെഡിറ്റ് ഡെബിറ്റ് ആണെന്ന് അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് പറയും. ജസ്റ്റ് ഒന്ന് ചാറ്റിലെങ്കിലും ഒന്ന് കൈവന്തിക്ക്. പർച്ചേസിലാണ് ഡെബിറ്റ് വരുള്ളൂ, സെയിൽസിൽ സെയിൽസിൽ ക്രെഡിറ്റ് ആ വരിക. ഓക്കെ, അപ്പോൾ വാറ്റ് അക്കൗണ്ട് എന്തല്ല, ഡെബിറ്റ് അല്ല കേട്ടോ, വാറ്റ് അക്കൗണ്ട് ക്രെഡിറ്റിലാണ് വരിക. എൻട്രി ചെറിയൊരു മാറ്റം ഉണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങനെ മാറും. വാറ്റ് അക്കൗണ്ട് ക്രെഡിറ്റിലാണ് വരിക, ടു വാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ടു ഔട്ട്പുട്ട് വാറ്റ്, പിന്നെ മാറാം ടു ഔട്ട്പുട്ട് വാറ്റ്. അപ്പോൾ നമ്മളെ സെയിൽസിന്റെ എൻട്രി എന്താ വരിക, സെയിൽസിന്റെ നോർമൽ സെയിൽസിന്റെ എൻട്രി ആണിത്, ഇതൊന്നും തെറ്റാൻ പാടില്ല. നോർമൽ സെയിൽസിന്റെ എൻട്രി ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്, അതും അല്ലെങ്കിൽ ആരാ, ഡെപ്റ്റർ. ഓക്കെ, ഈ മൂന്ന് സിറ്റുവേഷനാണ് വരിക അല്ലേ. ഒന്നെങ്കിൽ നമുക്ക് പൈസ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മളെ ബാങ്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പൈസയും ബാങ്ക് ഒന്നും കിട്ടിയില്ല, അയാൾ കടത്തിനാണ് സാധനം വാങ്ങി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാഷ്, ബാങ്ക് അല്ലെങ്കിൽ ഡെപ്റ്റർ, ആ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും.
ടു ക്രെഡിറ്റ് ചെയ്യും എങ്ങോട്ടാ? സെയിൽസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. സെയിൽസ് അക്കൗണ്ട് നമ്മുടെ പ്രൈസ് എത്രയാണോ അതാണ് സെയിൽസ് അക്കൗണ്ട് എന്ന് ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ ഇവിടെ സെയിൽസ് അല്ല, ഇവിടെ ഇപ്പം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ സ്റ്റോക്ക് ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഐറ്റത്തിനായിരിക്കും ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അൾട്ടിമേറ്റ്ലി അത് എന്തിൻ്റെ അണ്ടറിലായിരിക്കും? സെയിൽസ് എന്നുള്ള ലെഡ്ജറിന്റെ അണ്ടറിലായിരിക്കും. ടു ഔട്ട്പുട്ട് വാറ്റ് സെപ്പറേറ്റ് ആയിരിക്കും. ടു ഔട്ട്പുട്ട് വാറ്റ് അക്കൗണ്ട്. ഓക്കെ, സോ വാറ്റ് സെയിൽസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റിലാണ് വരിക. തെറ്റരുത്, ഒരിക്കലും തെറ്റരുത്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത് സെയിൽസിന് എൻട്രി, ഫസ്റ്റ് എൻട്രി വന്നു, സെയിൽസിന് എൻട്രി വന്നു. നമുക്ക് വാറ്റിന്റെ ഒരു ലെഡ്ജർ ഉണ്ട്, ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറഞ്ഞ ഒരു ലെഡ്ജർ ഉണ്ട്. ഓക്കെ, നമുക്ക് അത് ആ ഒരു സെനാരിയോയിലൂടെ അങ്ങനെ പോയി വെക്കാം. ഇനി രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ചെയ്യുന്നുണ്ട്. പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി എന്താ വരിക? പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു Input tax. ക്യാഷ് ഓർ ബാങ്ക്. ടു ഇൻ ക്യാഷ് ഓർ ബാങ്ക് ഓർ ഇവിടെ ആരായിരിക്കും? ചെക്ക് വരാം, ക്രെഡിറ്റർ. ക്രെഡിറ്റ് സെയിൽസ്. ചെക്ക് വരാം, ഒക്കെ വരാം. ക്രെഡിറ്റർ. ഓക്കെ, ചെക്ക് നമ്മൾ ബാങ്കിൽ പറഞ്ഞു പോയി. ഓക്കെ, ക്രെഡിറ്റർ ആയിരിക്കും. പക്ഷെ ഇവിടെ ആരുണ്ടാകും? ഇൻപുട്ട് വേണം. ഓക്കെ, ഇൻപുട്ട് വാറ്റ് അക്കൗണ്ട്. ഇതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. സോ സെയിൽസ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വാറ്റ് നമ്മൾ ക്രെഡിറ്റും ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് വാറ്റ് ഡെബിറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കുക. നമ്മുടെ ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് വാറ്റിന്റെ ഒരു ലെഡ്ജർ ഉണ്ട്, അതേപോലെ ഇൻപുട്ട് വാറ്റിന്റെ ഒരു ലെഡ്ജർ ഉണ്ട്, ഇൻപുട്ട് വാറ്റിന്റെ ലെഡ്ജർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ സമയത്ത് ഔട്ട്പുട്ട് സെയിൽ നടത്തുന്ന സമയത്തും നമ്മുടെ ആ പർട്ടിക്കുലർ സെയിൽ എമൗണ്ടിന്റെ വാറ്റ് എമൗണ്ട്, അതായത് ഇപ്പോൾ യു എയിൽ 5%, മറ്റൊരുത്താണെങ്കിൽ 15% വാറ്റ് എമൗണ്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ലെഡ്ജറിലേക്ക് അങ്ങനെ കയറി വരും. ഔട്ട്പുട്ട് ലെഡ്ജറിലേക്ക് വാറ്റ് എമൗണ്ട് അങ്ങനെ കയറി വരും. അതായത് നമ്മൾ സെല്ല് ചെയ്യുന്നതിന്റെ പേരിൽ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥനായ ടാക്സ് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ലെഡ്ജറിലേക്ക് കയറി വരും. അതേസമയം നമ്മുടെ പർച്ചേസിന് വരുന്ന എല്ലാ വാറ്റും, അതായത് നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത സമയത്ത് കൊടുത്ത വാറ്റൊക്കെ, ആ ഇൻപുട്ട് വാറ്റൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഇൻപുട്ട് വാറ്റ് ലെഡ്ജറിലേക്കും അതേ സമയത്ത് കയറി വരും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും സിറ്റുവേഷൻ ഉണ്ടാവുക. ഇനി മന്ത് എൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം, അല്ലെ? മന്ത് എൻഡ് ആവുന്ന സമയത്ത് നമുക്ക് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണം. വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് വാറ്റിന്റെ സെഷനിൽ പറയും. ബട്ട് നിങ്ങൾക്കൊരു ഇൻ ഷോർട്ട് നിങ്ങൾക്ക് അറിയാം, വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ടാണ്. ഓക്കെ, ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ടാണ് വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു മാസം നമ്മൾ ഗവൺമെന്റിലേക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള ടാക്സ് ഔട്ട്പുട്ട്, മൈനസ് നമ്മൾ ഓൾറെഡി കൊടുത്ത ടാക്സ്, അതായത് പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ അടച്ച ടാക്സ്. ഇത് നമ്മൾ സെല്ല് ചെയ്യുന്നതിന്റെ പേരിൽ, സെയിൽസിന്റെ പേരിൽ നമ്മൾ കൊടുക്കാനുള്ള ടാക്സ്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് ഓൾറെഡി കൊടുത്ത ടാക്സ്, അതാണ് ഇൻപുട്ട് ടാക്സ്. അപ്പോൾ നെറ്റ് എഫക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുത്താൽ മതി. അതാണ് വാറ്റ് എന്ന് പറഞ്ഞ മെക്കാനിസത്തിന്റെ പ്രത്യേകത തന്നെ. അത് നമുക്ക് വാറ്റിൽ ഡീപ്പായിട്ട് പറയാം, എന്തുകൊണ്ടാണ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെയുള്ള അവിടെ പറയാം. ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. വാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ മാസത്തെ എത്ര അങ്ങോട്ട് കൊടുക്കാനുണ്ടോ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി കൊടുത്ത, അതായത് പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ അടച്ചത് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാലൻസ് ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുക. അപ്പോൾ സെറ്റ് ഓഫിന്റെ എൻട്രിയാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്? പാസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു മാസം വാറ്റിന്റെ ഔട്ട്പുട്ട്, ഐ മീൻ മന്ത് എൻഡ് ആയ സമയത്ത് നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആയ സമയത്ത് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും അതിന്റെ സെറ്റ് ഓഫ് എൻട്രി? എന്തായിരിക്കും സെറ്റ് ഓഫ് എൻട്രി വരിക? എന്താ സെറ്റ് ഓഫ് എൻട്രി വരിക? അപ്പോൾ വാറ്റ് ഔട്ട്പുട്ടും ഇൻപുട്ടും വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് ഈ മാസം. ഇനിയിപ്പോൾ ഞാൻ ഈ മാസം എന്ത് ചെയ്യണേ? വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സെറ്റ് ഓഫ് എൻട്രി വരിക? നമ്മളാണല്ലോ സെറ്റ് ഓഫ് ചെയ്യണ്ടേ? പറയൂ. ചെയ്തില്ലേ നിങ്ങളാരും? സെറ്റ് ഓഫ് ഒന്നും ചെയ്തില്ലേ വാറ്റ്? ലോസ് അക്കൗണ്ടിലേക്ക് സെറ്റ് ഓഫ് ചെയ്യണം. എങ്ങനെ? കേട്ടില്ല, പോയി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഈ ഔട്ട്പുട്ട് വാറ്റും ഇൻപുട്ട് വാറ്റും ഞാൻ എന്തിന്റെ അണ്ടറിലായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക? എന്തിന്റെ അണ്ടറിലായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക? എക്സ്പെൻസ് ആയിട്ടല്ലോ നമുക്ക്. എക്സ്പെൻസ് ആണോ നമ്മൾ കാണിക്കുക? ടാക്സ് സാധാരണ എക്സ്പെൻസ് ആണല്ലോ. ടാക്സ് എക്സ്പെൻസ് ആണ്. അത് ഏത് ടാക്സാ? ഇൻകം ടാക്സ് അല്ലേ? അപ്പോൾ ഈ ടാക്സ് എന്തായിരിക്കും? ഇത് വാറ്റ് ആണ്. വാറ്റ് GST നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കോ? ലിയബിലിറ്റി അല്ലേ?
നമ്മൾ ലയബിലിറ്റിൻ്റെ അണ്ടറിലാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വാറ്റിനും ഇൻപുട്ട് വാറ്റും നിങ്ങൾ എക്സ്പെൻസ് P&L-ലേക്കല്ല കൊണ്ടുപോകേണ്ടത്, പകരം നിങ്ങൾ ലയബിലിറ്റിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. അതിന് നമ്മൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന് പറയും. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് അല്ലെങ്കിൽ പേര് ഞാൻ പറയണമെന്നൊന്നുമില്ല, ബേസിക്കലി ലയബിലിറ്റിൻ്റെ അണ്ടറിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ബുക്ക് ചെയ്യുക. ഔട്ട്പുട്ട് വാറ്റിൻ്റെ ലെഡ്ജറും ഇൻപുട്ട് വാറ്റിൻ്റെ ലെഡ്ജറും എന്തിൻ്റെ അണ്ടറിലായിരിക്കും? ലയബിലിറ്റി ലെഡ്ജറിൻ്റെ അണ്ടറിലായിരിക്കും. നമ്മൾ എന്നിട്ട് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ക്ലോസ് ചെയ്യുള്ളൂ. നമ്മൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, GST-ന്റെ സെയിൽസ് കാണിക്കുക. എന്തുകൊണ്ടാണ് GST വാറ്റിൻ്റെ സെയിൽസ് ഇങ്ങനെ കാണിക്കാനുള്ള റീസൺ എന്തായിരിക്കും? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഔട്ട്പുട്ട് നിങ്ങൾ വാറ്റിൻ്റെ കൂടെ ഔട്ട്പുട്ട് വാറ്റ് ഉണ്ടല്ലോ, സെയിൽസ് എമൗണ്ടിൻ്റെ കൂടെ കൂട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? P&L നോക്കുന്ന സമയത്ത് സെയിൽസ് പറഞ്ഞ എമൗണ്ടിൻ്റെ കൂടെ ആരും കൂടി ഉണ്ടാവും? വാറ്റ് എമൗണ്ടും കൂടി നിൽക്കും അല്ലേ? സെയിൽസിൻ്റെ കൂടെ വാറ്റ് എമൗണ്ടും കൂടി നിൽക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാറ്റ് എമൗണ്ട് എന്തല്ല, നമ്മുടെ സെയിൽസ് അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഇൻകാണോ അല്ല, ഇത് നമ്മൾ ഗവൺമെന്റിലേക്ക് അടക്കാനുള്ള ടാക്സ് ആണ്. അതേപോലെ പർച്ചേസിന്റെ കൂടെ ആരും കൂടി ഉണ്ടാവും? ഇൻപുട്ട് വാറ്റും കൊടുക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ ഇത് എക്സ്പെൻസിന്റെ അണ്ടറിലാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് വാറ്റിന്റെ അണ്ടർ എക്സ്പെൻസ് കൊടുത്തു എന്ന് വിചാരിക്കുക. എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെയിൽസിന്റെ എൻട്രി അടിക്കുന്ന സമയത്ത്, സോഫ്റ്റ്വെയർ ഒരു സെയിൽസിന്റെ എൻട്രി അടിക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആരൊക്കെ പോകും? സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് പോകും, പ്ലസ് അതിൻ്റെ അടിയിൽ ആരും കൂടി ഒപ്പം പോയിട്ടുണ്ടാവും? ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് കൂടി പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ P&L എടുത്ത് നോക്കുന്ന സമയത്ത് അയാൾ വിചാരിക്കുന്നത് സെയിൽസ് ഇത്ര ഉണ്ട് പ്ലസ് ഔട്ട്പുട്ട് വാറ്റ് പറഞ്ഞിട്ട് ഇത്ര ഒരു എമൗണ്ട് ഉണ്ട്, സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും നിൽക്കുക അല്ലേ? ഈ ഔട്ട്പുട്ട് വാറ്റിന്റെ എമൗണ്ട് കൂടി നമ്മളുടെ കൂടി നിൽക്കുകയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് വാറ്റ് നമ്മുടെ ഇൻകം ആണോ? ഔട്ട്പുട്ട് നമ്മുടെ ഇൻകം ആണോ? നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് നമ്മുടെ ഇൻകം ആണോ? അല്ല, അത് ആരുടെയാണ്? അത് ഗവൺമെന്റിന്റെ ഇൻകം ആണ് അല്ലേ? നമ്മുടെ ഇൻകം അല്ല ടാക്സ്, ഗവൺമെന്റിന്റെ ഇൻകം ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ടാക്സ് ഒന്നും കാണാതെ എന്ത് ചെയ്യണം? ഗവൺമെന്റിന് അങ്ങോട്ട് കൊടുക്കണം. ആ കൊടുക്കുന്ന സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യും? ഓൾറെഡി നിങ്ങൾ പർച്ചേസ് ചെയ്ത സമയത്ത് കുറച്ച് ടാക്സ് അടച്ചിട്ടുണ്ട്, അതാണ് ഇൻപുട്ട് ടാക്സ്, അത് കഴിഞ്ഞിട്ട് ബാക്കി അടച്ചാൽ മതി എന്നേ ഗവൺമെന്റ് പറയുന്നുള്ളൂ. പക്ഷെ അതെന്തല്ല, നമ്മുടെ വരുമാനമല്ല. അതായത് കസ്റ്റമറെ കയ്യിൽ നിന്ന് നമ്മൾ ടാക്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നമ്മുടെ പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാൻ പറ്റൂല. അത് ഓൾവേസ് ഗവൺമെന്റിന് കൊടുക്കാനുള്ള പൈസയാണ്. അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ അടച്ച ടാക്സ് അത് നമുക്ക് എന്തല്ല? എക്സ്പെൻസ് അല്ല, അത് നമ്മൾ ഗവൺമെന്റിലേക്ക് അടക്കാനുള്ള ടാക്സ് ആണ്, ലയബിലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിനെയും ഇൻപുട്ട് വാറ്റിനെയും വാറ്റിന്റെ ഔട്ട്പുട്ട് വാറ്റും ഇൻപുട്ട് വാറ്റും അണ്ടർ നിങ്ങൾ കാണിക്കേണ്ടത് ലയബിലിറ്റിന്റെ അണ്ടറിലാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലെഡ്ജറും നിൽക്കുന്നുണ്ടാവുക ലയബിലിറ്റിന്റെ അണ്ടറിലായിരിക്കും. ഔട്ട്പുട്ട് വാറ്റ് ആൻഡ് ഇൻപുട്ട് വാറ്റ് ലയബിലിറ്റിന്റെ അണ്ടറിലായിരിക്കും നിൽക്കുക. ഇനി അപ്പൊ അങ്ങനെ നിന്ന് പോവായിരുന്നു. മന്ത് എൻഡ് ആയ സമയത്ത് ഞാൻ പറഞ്ഞു കുറേ ഔട്ട്പുട്ട് വാറ്റുകൾ വന്ന് എടുക്കുന്നുണ്ടാവും. ഓരോ സെയിൽസുമിലും കൂടി വന്ന ഔട്ട്പുട്ടുകൾ ഇങ്ങനെ എടുക്കുന്നുണ്ടാവും. ഓരോ പർച്ചേസിലും വന്ന ഇൻപുട്ട് വാറ്റും ഇവിടെ എടുക്കുന്നുണ്ടാവും. അതായത് ഓരോ ടൈം പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ അടച്ച ടാക്സ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യും? ഈ ലെഡ്ജറിനകത്ത് ഇങ്ങനെ കയറി എടുക്കുന്നുണ്ടാവും. അതുപോലെ വേറൊരു ലെഡ്ജർ ഉണ്ടാവും ഈ ഔട്ട്പുട്ട് വാറ്റിന്റെ. ഓരോ സെയിൽസുമിലും നമ്മൾ അടച്ച ടാക്സ് അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ടാക്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ലെഡ്ജറിനകത്ത് കയറി കിടന്നിട്ടുണ്ടാവും. ഇനി ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ മാസത്തെ വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് വാറ്റ് ടാക്സ് അടക്കുന്ന ആൾക്ക് നമ്മൾ എന്തൊക്കെ അയച്ചു കൊടുക്കണം? ഒന്ന്, നമ്മൾ ആ മാസത്തെ സെയിൽസ് അയച്ചു കൊടുക്കണം. എത്രയാണ് സെയിൽ എമൗണ്ട് എന്ന് അയച്ചു കൊടുക്കണം. അപ്പോൾ ആ സെയിൽ എമൗണ്ടിന്റെ അനുസരിച്ചുള്ള വാറ്റ് എത്ര വരുന്ന അയാൾ ഒരു കാൽക്കുലേഷൻ നടത്തുന്നവരുണ്ടാവും, നടത്താത്തവരുണ്ടാവും. പക്ഷേ ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ UAE ആണെന്നുണ്ടെങ്കിൽ 5% വാറ്റ് വരും എന്ന് അവർക്ക് അറിയാം. അപ്പോൾ നമ്മൾ സെയിൽസ് എമൗണ്ട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്ത്? 5% ടാക്സ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാവും. ആ ടാക്സ് എവിടെ കാണണം? നമ്മുടെ ഔട്ട്പുട്ട് വാറ്റിന്റെ എമൗണ്ട് ആ മാസത്തെ ഫുൾ ലെഡ്ജർ ബാലൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണണം അല്ലേ? കാരണം സെയിൽസിന്റെ 5% എങ്ങോട്ട് കയറിയിട്ടുണ്ടാവും? ഔട്ട്പുട്ടിലേക്ക് കയറിയിട്ടുണ്ടാവും. അതേപോലെ നമുക്ക് എന്തും കൂടി കൊടുക്കാൻ പറ്റും? പർച്ചേസും കൊടുക്കാൻ പറ്റും. ആ മാസത്തെ ടോട്ടൽ പർച്ചേസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ പർച്ചേസ് മുതൽ നമ്മൾ എത്ര ശതമാനം ടാക്സ് അടിച്ചിട്ടുണ്ടാവും? 5% UAE. സോ 5% പർച്ചേസ് മുതൽ നമ്മൾ ടാക്സ് അടിച്ചിട്ടുണ്ടാവും. അത് എവിടെ കയറി കിടക്കുന്നുണ്ടാവും? ഇൻപുട്ട് വാറ്റ് എന്ന് പറഞ്ഞ ലെഡ്ജറിനകത്ത് ഈ പറഞ്ഞ പർച്ചേസിന് നമ്മൾ കൊടുത്ത എല്ലാ ടാക്സും കയറി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യം എന്താ നോക്കുക? ആദ്യം ടാക്സിന് നമ്മൾ അയച്ചു കൊടുക്കുന്നതിന് മുന്നേ എന്ത് നോക്കണം? നമ്മുടെ സെയിൽസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇവിടെ ഇല്ലേ, നമ്മുടെ പർച്ചേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് ഇവിടെ കയറിയിട്ടില്ല എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം അല്ലേ? അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നെങ്കിൽ നമ്മുടെ ഈ ഔട്ട്പുട്ടിലോ ഇൻപുട്ടിലോ എവിടെ എൻട്രി അടിച്ച സ്ഥലത്ത് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ 5%-ന് പകരം ചിലപ്പോൾ 3%-ഓ 2% ഒക്കെ ആയി മാറിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും പർച്ചേസ് തന്നെ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും. നമ്മൾ പർച്ചേസ് മിസ്മാച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് മിസ്മാച്ച് ആവും.
അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് മിസ്മാച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടും മിസ്മാച്ച് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം വെരിഫൈ ചെയ്യും. ഈ ഔട്ട്പുട്ടിന്റെ ലെഡ്ജറും ഇൻപുട്ടിന്റെ ലെഡ്ജറും തുറന്നു നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെയിൽസുമായിട്ടും പർച്ചേസുമായിട്ടും മാച്ച് ചെയ്ത് നോക്കും. ഇത്ര ശതമാനം ഇത്ര സെയിൽസ് ഉണ്ട്, അപ്പോൾ ഇത്ര സെയിൽസിന് ഇത്ര 5% ടാക്സ് എന്ന് പറഞ്ഞാൽ ഇത്ര ടാക്സ് വരണം. അതന്നെയല്ലേ നമ്മൾ ഔട്ട്പുട്ടിന്റെ വാറ്റിന്റെ ലെഡ്ജറിലുള്ളത്. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് നോക്കും. ഇത്ര പർച്ചേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ 5% ഇൻപുട്ട് വാറ്റ് വന്നിട്ടുണ്ടാവണം. അത്ര തന്നെ ഇൻപുട്ട് വാറ്റ് നമ്മൾ ലെഡ്ജറിലില്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ക്ലാരിഫൈ ചെയ്യും. ഓക്കെ, അത് രണ്ടും കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, വാറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഡാറ്റ ഒക്കെ പാസ് ചെയ്തു. സെയിൽസ് പാസ് ചെയ്തു, പർച്ചേസ് പാസ് ചെയ്തു, ഔട്ട്പുട്ട് വാറ്റ് പാസ് ചെയ്തു, ഇൻപുട്ട് വാറ്റ് പാസ് ചെയ്തു. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ മാസത്തെ വാറ്റ് റിട്ടേൺ അടക്കും. ആ വാറ്റിന്റെ പേയ്മെന്റ് അവർ അടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ മാസത്തെ വാറ്റിന്റെ ഈ 2 ലെഡ്ജറും ക്ലോസ് ചെയ്യണമല്ലോ. 2 ലെഡ്ജറും ക്ലോസ് ചെയ്ത് അടുത്ത മാസത്തെ തുടങ്ങണമല്ലോ. ആ എൻട്രി എന്ത് എൻട്രി ആയിരിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് എൻട്രി ആയിരിക്കും ആ സമയത്ത് നമ്മൾ അടക്കുക? എന്ത് എൻട്രിയാണ് നമ്മൾ ഇടുക? VAT payable account to ആ input VAT. At payable account debtor to input VAT Output VAT. to output VAT. ഓക്കെ, ഒന്നും കൂടി ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, എന്നാലും ഓക്കെയാണ്. ഒന്നും കൂടി ആലോചിച്ചാൽ വേറൊരു രീതി കൂടി പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ കമ്പനി നമുക്ക് നമ്പർ വെച്ചിട്ട് പറയാം. നമ്മുടെ കമ്പനീൻ്റെ ഔട്ട്പുട്ടുകൾ ആ മാസത്തെ ഫുൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 100 വന്നു. ഓക്കെ, ആൻഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വന്നു. ഇൻപുട്ട് ലെഡ്ജർ മൊത്തം, അതായത് നമ്മളെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അടച്ച ടാക്സ് 50 ഉള്ളത്, സെയിൽസ് പ്രകാരം നമ്മൾ കൊടുക്കാനുള്ള ടാക്സ് 100 ആണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാനാണ്, ഗവൺമെന്റിലേക്ക് 50 അങ്ങോട്ട് ടാക്സ് അടക്കാനുള്ളത് അല്ലേ. ഔട്ട്പുട്ട് 100 ആണ്, ഇൻപുട്ട് 50 ഉള്ളൂ. 100 - 50 എന്ന് പറയുമ്പോൾ നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ളത് 50 ആണ്. ഈ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് സിറ്റുവേഷൻ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സ് പ്രാക്ടീഷണർ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ എക്സ്ട്രാ 50 കൂടി ടാക്സ് അടക്കണം. കാരണം നിങ്ങൾ ഇൻപുട്ട് എത്രയേ ഉള്ളൂ, 50 ഉള്ളൂ. എക്സ്ട്രാ നിങ്ങൾ നിങ്ങളെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടക്കേണ്ടി വരും എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓണറോട് പറഞ്ഞിട്ട് ഓണർ എന്ത് ചെയ്തു, 50 എന്ത് ചെയ്തു, ടാക്സ് പ്രാക്ടീഷണർക്ക് അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. ഇതാണ് സിറ്റുവേഷൻ. ഇനി ഒന്ന് പറഞ്ഞു നോക്ക്, എന്തായിരിക്കും എൻട്രി വരിക? ഇനി എന്തായിരിക്കും വരിക? ഈ ഔട്ട്പുട്ട് വാറ്റ് എന്നുള്ളതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാറ്റ് പേയബിൾ എന്നും ഇതിനെ വാറ്റ് റെസ്യൂബിൾ എന്നും ലെഡ്ജർ പേര് വിളിക്കാട്ടോ, കുഴപ്പമില്ല. ഇൻപുട്ട് വാറ്റ് എന്നുള്ള പേര് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാറ്റ് റെസ്യൂബിൾ എന്ന് ലെഡ്ജർ ആക്കാം. ഔട്ട്പുട്ട് വാറ്റിനെ വാറ്റ് പേയബിൾ എന്ന ലെഡ്ജറിലേക്ക് മാറ്റാം. ലെഡ്ജറിന്റെ പേരൊക്കെ നിങ്ങൾക്ക് മാറ്റാം, അതൊന്നും കുഴപ്പമില്ല. അൾട്ടിമേറ്റ്ലി പരിപാടി നടന്നാൽ മതി. ഇപ്പൊ എന്താ എൻട്രി വരിക, സെറ്റ് ഓഫ് എൻട്രി? ഔട്ട്പുട്ട് ഡെബിറ്റ്, Out to input. ഇൻപുട്ട് ക്രെഡിറ്റ്, നെറ്റ് ബാലൻസ് ഡിഫറൻസ് ടു സോറി ബാക്കി ഡിഫറൻസ് ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ആയിട്ട്. ഓക്കെ, ക്യാഷ് ആയിട്ട് കാണിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്, കറക്റ്റ് ആണ്. ഔട്ട്പുട്ടിന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ക്ലോസ് ചെയ്യണം. ഔട്ട്പുട്ട് ഇതെന്താണ്, ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. ഔട്ട്പുട്ട് പേയബിൾ ആണ്, അല്ലെങ്കിൽ വാറ്റ് പേയബിൾ ആണ്. വാറ്റ് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള പൈസയാണ്. ആദ്യം നമ്മൾ ആ കൊടുക്കാനുള്ള പേയബിൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. പേയബിളിനെ ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രെഡിറ്റിനെ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ലെഡ്ജറിനെ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വാറ്റ്, അല്ലെങ്കിൽ വാറ്റ് പേയബിൾ, ആ പേര് ഏത് പേര് ഇട്ടോളി, ഓക്കെ, വാറ്റ് പേയബിൾ എന്ന പേരിലുള്ള ലെഡ്ജറിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്ത് കാണിക്കും. അതായത് ആ ലെഡ്ജറിനെ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. സോ ഔട്ട്പുട്ട് വാറ്റ് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഔട്ട്പുട്ട് വാറ്റിനെ നമ്മൾ ക്ലോസ് ചെയ്തു. എത്ര ഉണ്ട്, 100 ഉണ്ട്. അതായത് നമ്മൾ കൊടുക്കാനുള്ള ടാക്സ് 100 ആണ്. അതിന് നമ്മൾ ഏതുകൊണ്ടാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത്, ഓൾറെഡി അടച്ച ഇൻപുട്ട് വാറ്റ്, അതായത് വാറ്റ് റെസ്യൂബിൾ. വാറ്റ് റെസ്യൂബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് സൈഡിലേക്കായിരിക്കും, അല്ലെങ്കിൽ അതിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ക്രെഡിറ്റ് ബാലൻസ് അല്ല, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ ഓൾറെഡി അടച്ച ടാക്സ് ആണ് അല്ലേ. അപ്പൊ അതിന് ഡെബിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് കാണിക്കണം, നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. സോ ഇൻപുട്ട് വാറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വാറ്റ് റെസ്യൂബിൾ എന്ന് പറയുന്ന ലെഡ്ജറിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യം ഔട്ട്പുട്ട് വാറ്റിനെ ഡെബിറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻപുട്ട് വാറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക. അത് എത്രയേ നമുക്കുള്ളൂ, നമുക്ക് 50 ഉള്ളൂ. ആ ലെഡ്ജറിൽ ബാലൻസ് 50 ഉള്ളൂ. അപ്പൊ ഈ ബാലൻസ് ഏതുമായിട്ട് മാച്ച് ചെയ്യണം, നമ്മളെ വാറ്റിന്റെ ഈ പ്രാവശ്യത്തെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമല്ലോ. ഈ മാസം വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ വാറ്റ് റിട്ടേണിൽ നമ്മുടെ ഇൻപുട്ട് കാണിച്ചു വെക്കും. ഓക്കെ, വാറ്റ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ വാറ്റ് റിട്ടേണിൽ എന്ത് ചെയ്യും, നമ്മുടെ ടാക്സ് പ്രാക്ടീഷണർ ഇൻപുട്ട് ഫയൽ ചെയ്യും.
അതുമായിട്ട് നമ്മുടെ വാറ്റും നമ്മുടെ അക്കൗണ്ട്സിലെ വാറ്റും നമ്മൾ മാച്ച് ആവണം. അത് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നോട്ടീസ് അയക്കും. കാരണം നമ്മൾ എക്സ്ട്രാ ഇൻപുട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോട്ടീസ് അയക്കും. അല്ല നമ്മൾ എടുത്ത ഇൻപുട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോട്ടീസ് വരും. അപ്പോൾ ഓൾവേസ് നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്ത് ചെയ്യണം? നമ്മൾ എന്താണോ വാറ്റ് റിട്ടേണിൽ കാണിക്കാൻ പോകുന്നത് അതുമായിട്ട് മാച്ച് ആവണം. സി ആൻഡ് 100 നമുക്ക് കൊടുക്കാനുള്ള ടാക്സ്. നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ടിൽ നിന്ന് 50 വെച്ചു. ബട്ട് സ്റ്റിൽ എന്ത് കഴിഞ്ഞിട്ടില്ല? നമ്മൾ കൊടുക്കാനുള്ള ടാക്സ് തീർന്നിട്ടില്ല അല്ലേ? എത്രയും കൂടി കൊടുക്കണം? 50 കൂടി കൊടുക്കണം. കാരണം 100 കൊടുക്കാനുള്ളത്. 50 ആരായിട്ടും നമ്മൾ സെറ്റ് ഓഫ് ചെയ്തു? ഓൾറെഡി കൊടുത്ത, അതായത് ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് അടച്ച ടാക്സ് ഉണ്ട്, ഇൻപുട്ട് ടാക്സ്, അതുമായിട്ട് സെറ്റ് ഓഫ് ആയി പോയി. ഓക്കെ, അപ്പൊ 100 മൈനസ് 50 ബാലൻസ് എത്ര ഉണ്ട്? 50 ഉണ്ട്. ഈ 50 നമ്മൾ എന്തിന് എടുത്തു കൊടുക്കണം? നമ്മുടെ സ്വന്തം ക്യാഷിൽ നിന്ന്, പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അക്കൗണ്ട്സിൽ വിളിച്ചു പറയുമ്പോൾ അക്കൗണ്ട്സിൽ എന്ത് ചെയ്യും? ഓണർ പറയുമ്പോൾ ഓണർ എന്ത് ചെയ്യും? ടാക്സ് പ്രാക്ടീഷണർക്ക് എക്സ്ട്രാ ടാക്സ് അടക്കാനുള്ള എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കും. സോ 50 ഇൻറ്റു 250 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ട് കൊടുത്തു? ക്യാഷ് ആയിട്ട് പേയ്മെന്റ് നടത്തി. അതായത് ടാക്സ് പ്രാക്ടീഷണർക്ക് അല്ലെങ്കിൽ ടാക്സിന്റെ പോർട്ടലിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഡയറക്ട്ലി ടാക്സ് അടച്ചു. ഇതാണ് വൺ കൈൻഡ് ഓഫ് സെറ്റ് ഓഫ് എൻട്രി. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത് വിചാരിക്കും. വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വാറ്റ് ഔട്ട്പുട്ട് മൈനസ് അല്ലെങ്കിൽ വാറ്റ് പേയബിൾ മൈനസ് റെസ്യൂബിൾ ആണ് അല്ലെങ്കിൽ ഇൻപുട്ട് ആണ്. ഓക്കെ, നമ്മുടെ കമ്പനീന്റെ ഔട്ട്പുട്ട് എത്രയുള്ളായിരുന്നു? 60 ആയിരുന്നു ഔട്ട്പുട്ട്. നമ്മൾ കൊടുക്കാനുള്ള ഔട്ട്പുട്ട് 60 ആണ്. പക്ഷെ നമുക്ക് ഇൻപുട്ട് 100 ഉണ്ട് വിചാരിക്കാം. ഓക്കെ, ഇൻപുട്ട് 100 ഉണ്ട് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് എൻട്രി വരിക? അങ്ങനെയാണെങ്കിൽ എന്ത് എൻട്രി വരിക? ഈസി അല്ലേ? ഇനിയിപ്പോ എന്താ കൺഫ്യൂഷൻ? അല്ല, അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമോ റിട്ടേൺ ടാക്സ്? തിരിച്ചു കിട്ടുമെന്നുള്ള അവിടെ കിട്ടെ. നമുക്കിപ്പോ തന്നെ റീഫണ്ട് എടുക്കുന്നില്ല വിചാരിച്ചോളി. അങ്ങനെയാണെങ്കിൽ എന്ത് എൻട്രി ആയിരിക്കും? ഇനിയിപ്പോ റീഫണ്ട് എടുക്കുന്നുണ്ട്, തിരിച്ചു കിട്ടുന്നുണ്ട് വിചാരിച്ചോളി. അങ്ങനെയാണെങ്കിൽ എന്ത് എൻട്രി വരിക? റീഫണ്ട് കിട്ടുന്നുണ്ട്. ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. ഇൻപുട്ട് വാറ്റിനെ ഡെബിറ്റ് ചെയ്യേണ്ടി വരും, ഔട്ട്പുട്ടിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. ഇൻപുട്ട് വാറ്റിന് ഡെബിറ്റ് ചെയ്യുക. എമൗണ്ടോ? ഔട്ട്പുട്ട് വാറ്റിനെ ക്രെഡിറ്റ് ചെയ്യല്ലേ? തെറ്റിയില്ലേ? അപ്പൊ തെറ്റിയില്ലേ? തെറ്റിയില്ലേ? ഔട്ട്പുട്ട് വാറ്റിനെ ഡെബിറ്റ് ചെയ്യാം. ഒന്നുകൂടി ആലോചിച്ചു. ഔട്ട്പുട്ട് വാറ്റിന് എന്ത് ചെയ്യാം? ടു ഇൻപുട്ട് വാറ്റ്. ഔട്ട്പുട്ട് വാറ്റിനെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ടു ഇൻപുട്ട് വാറ്റ്. ഔട്ട്പുട്ട് വാറ്റ് എത്ര എമൗണ്ട് കാണിക്കണം? 60. ഓക്കെ, ഇൻപുട്ടോ? ഇൻപുട്ട് എത്ര കാണിക്കണം? ഇൻപുട്ട് 100. ഓക്കെ, അപ്പൊ ബാലൻസ് ആയിട്ടില്ലല്ലോ, ലെഡ്ജർ ബാലൻസ് ആയിട്ടില്ലല്ലോ. റീഫണ്ട് അത് ക്യാഷ് എന്ത് ചെയ്യും? ഡെബിറ്റ് കാണിക്കും അല്ലേ? ഡെബിറ്റ്. ക്യാഷ് ഡെബിറ്റ് 40 റീഫണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? റീഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ. ഇനിയിപ്പോൾ റീഫണ്ട് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യില്ല? ഈ ക്യാഷിന്റെ ലെഡ്ജർ ഉണ്ടാവില്ല. 60 ഔട്ട്പുട്ടും 60 ഇൻപുട്ടായിട്ട് സെറ്റ് ഓഫ് ചെയ്യും. ബാക്കി 40 എന്ത് ചെയ്തിട്ടുണ്ടാവും? അവിടെ റീഫണ്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് വാറ്റിന്റെ പോർട്ടലിൽ അടുത്ത മാസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടാവും. നമ്മളെ ലെഡ്ജറിലും വാറ്റിന്റെ ലെഡ്ജറിലും ആര് ബാക്കി ഉണ്ടാവും? ഇൻപുട്ട് വാറ്റ് 40 ബാക്കി ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ ഫുള്ള് യൂസ് ചെയ്തിട്ടില്ലല്ലോ, 60 യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത മാസത്തേക്ക് എന്ത് ഉണ്ടാവും? 40 കൂടി ക്യാരി ഫോർവേഡ് ചെയ്ത് പോകും. അടുത്ത മാസം എന്ത് ചെയ്യും? കിട്ടുകയാണ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? എൻട്രി പാസ് ചെയ്യുക. സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? വാറ്റ് ഓരോ മാസവും ക്ലോസ് ചെയ്ത് പോകേണ്ടത്. അല്ലെങ്കിൽ 3 മന്ത് ആവുന്ന സമയത്ത് നിങ്ങൾ വാറ്റിന്റെ റിട്ടേൺ എപ്പോഴാണോ ഫയൽ ചെയ്യുന്നത് ആ സമയത്ത് എന്ത് ചെയ്യണം? വാറ്റിന്റെ ലെഡ്ജറുകൾ ഈ രീതിയിൽ ക്ലോസ് ചെയ്ത് പോകണം. ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ട്. പറയേ. ഇങ്ങനെ വാറ്റ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ലെഡ്ജറിലേക്ക് ഇതിന്റെ ഡെറ്റ് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്തിടുകയല്ലേ ചെയ്യുന്നത് സാധാരണ? അങ്ങനെ ചെയ്യാം. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ. ഓക്കെ. ഈ രണ്ടിന്റെയും കൂടി ബാലൻസ് എടുത്തിട്ട് വാറ്റ് പേയബിൾ പറഞ്ഞ ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ട് ആ ലെഡ്ജറിന് പിന്നെ പേയ്മെന്റ് നടത്തുന്ന അങ്ങനെയും ചെയ്യാം. കുറച്ചും കൂടി വളഞ്ഞു പിടിക്കാന്നുള്ളൂ. ഒക്കെ ഒരേ പരിപാടി തന്നെ. ഓക്കെ, ഇനി ഞാനൊരു ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് മാത്തമാറ്റിക്കൽ ടെസ്റ്റ് നടത്തുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് ഈ ബാങ്ക് ടെസ്റ്റിനും പരിപാടിക്കും ദീക്കൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ അക്കൗണ്ട്സിലൊക്കെ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ട്രേഡർ ഒരു പ്രൊഡക്റ്റ്
1200 രൂപക്ക് വിൽക്കുന്നുണ്ട്. ഓക്കെ, അറ്റ് 20% ലോസിൽ, 20% ലോസിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണ്? കിട്ടിയോ? ഒരു ട്രേഡർ 1200 രൂപക്ക് ഒരു സാധനം വിൽക്കുന്നുണ്ട്, 20% ലോസിൽ, 20% ലോസിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണ്? ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്. 1200 പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ആണ്, വിൽക്കുന്ന വിലയാണ്. അങ്ങനെ അത് ആ വിൽക്കുന്നത് എത്രയാണ്? 20% ലോസിലാണ് അയാൾ വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണ്? 1440 എത്ര പറയൂ, ആൻസർ പറഞ്ഞോ. വർക്കൗട്ട് ചെയ്യാൻ 1440 1440. ഓക്കെ, വേറെ അഭിപ്രായം ഉള്ളതൊക്കെ നോക്കട്ടെ നമുക്ക്. വേറെ ഏതെങ്കിലും ആൻസർ കിട്ടോട്ടെ. 200 divided by 1.2. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇത് കാലങ്ങളായിട്ടൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഒക്കെയാണ്. നമ്മൾ എവിടെയും ചെല്ലുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ, നമ്മളെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന, അക്കൗണ്ട്സിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കോസ്റ്റും സെല്ലിംഗ് പ്രൈസും വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. 200 20% ലെസ്. പല മെത്തേഡ് ഉണ്ട്, നമുക്ക് ഏത് മെത്തേഡിലും ചെയ്യാം. എങ്ങനെ ആയാലും ഒരു ആൻസർ കിട്ടും. നോക്കുന്നുണ്ടോ? ചെയ്ത് നോക്കുന്നുണ്ടോ? ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? നോക്കുന്നുണ്ട്. പ്രോഡക്റ്റ് പ്രൈസ് 1200 ആണല്ലേ? പ്രൊഡക്റ്റ് പ്രൈസ് 1200, സെല്ലിംഗ് പ്രൈസ് 1200. നമുക്ക് വിലയാണ് അറിയേണ്ടത്, കോസ്റ്റ് ആണ് അറിയേണ്ടത്. പക്ഷെ വിൽക്കുന്നത് 20% ലോസിലാണ്. 1500 ആണോ? 1500 ആരൊക്കെ പറയണത്? ഞാൻ മനസ്സിലായില്ലല്ലോ. 1500 അപ്പൊ ആരാ പറഞ്ഞത്? 1800. ഓക്കെ ഓക്കെ, 1800. 1800 വർഗീസ്. ഓക്കെ ഓക്കെ, ഞാൻ പറയട്ടെ എന്നാ. ഞാനില്ലല്ലോ, ട്രൈ ചെയ്യുന്നില്ലല്ലോ. ഉണ്ടോ? 1000 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, രാജ് കപൂർ 1000. ഓക്കെ, ഓക്കെ, ഞാൻ പറയാം, ടൈം കളയുന്നില്ല. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാ? നമ്മൾ വിൽക്കുന്ന വില എത്രയാ? 1200 അല്ലേ? 1200 എന്ന് പറഞ്ഞാൽ എത്രയാ? 20% ലോസിലാണ്. 20% ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിന്റെ എത്ര ശതമാനം ഉണ്ടാവുള്ളൂ? 80%. കോസ്റ്റിന്റെ 80% ആണല്ലോ 20% ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ 1200 സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിന്റെ 80% ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസി അല്ലേ? 1200 ഡിവൈഡഡ് ബൈ 80%, അല്ലെങ്കിൽ 1200 ഡിവൈഡഡ് ബൈ 0.8 എത്ര വരും? 1200 ബൈ 0.8 വരുമ്പോൾ 1500 വരും. ഓക്കെ ഓക്കെ, ഒന്ന് വളഞ്ഞാൽ മതി. ഒന്ന് വളഞ്ഞേ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇനി അതേപോലെ ഒരു വളഞ്ഞു പിടിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇത് ഇൻവെന്ററി റിലേറ്റഡ് ആണ്, നമുക്ക് കുറച്ചും കൂടി ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ, നമ്മളെ കമ്പനിയിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000 ഉണ്ടായിരുന്നു. കമ്പനീൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000 ഉണ്ടായിരുന്നു. പർച്ചേസ്, ഇത് നിങ്ങൾക്ക് അറിയുന്ന സാധനം തന്നെ ആയിരിക്കും. പർച്ചേസ് 60,000 ഉണ്ടായിരുന്നു. ഇതൊന്ന് ഒന്നും കൂടി കൂടിയതും കൂടി ഞാൻ ചോദിക്കാം. ആദ്യം ഇതൊന്നും ചോദിച്ചോട്ടെ, ഇത് അറിയുന്നുണ്ടാവട്ടെ. ക്ലോസിംഗ് സ്റ്റോക്ക് 20,000 ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനീൻ്റെ COGS എത്രയാണ്? COGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ സാധനത്തിന്റെ വില എത്ര? അവരുടെ കമ്പനീൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000, പർച്ചേസ് 60,000, ക്ലോസിംഗ് സ്റ്റോക്ക് 20,000. ഇതിൽ ഞാൻ സെയിൽസ് ഉൾപ്പെടുത്തിയില്ല. സെയിൽസും കൂടി ഉൾപ്പെടുത്തിയതിനെ കുറച്ചും കൂടി ട്രിക്ക് ആയിരുന്നു. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ COGS എത്രയാണ്? 55,000. 55,000. ഓക്കെ, എല്ലാവരും 2 ആൾ പറഞ്ഞു 55,000. വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ?
ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, COGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. COGS എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മൾ ആദ്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക്. ഇതിൽ എന്തില്ല? പ്രോഫിറ്റ് പോർഷൻ ഇല്ല കേട്ടോ. സ്റ്റോക്ക് ഞാൻ പറഞ്ഞു, സ്റ്റോക്ക് നമ്മൾ പഠിച്ച സമയത്ത് പഠിച്ചാണ്. സ്റ്റോക്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? പ്രോഫിറ്റ് ഇൻക്ലൂഡ് ചെയ്യൂല. സ്റ്റോക്ക് ഓൾവേസ് കോസ്റ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിലായിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ ആവുള്ളൂ. കാരണം എന്താ? സെയിൽസ് ഉണ്ടാകുമ്പോൾ അതിൽ എന്തുണ്ടാവും? പ്രോഫിറ്റിന്റെ പോർഷൻ ഉണ്ടാവും. ഇവിടെ പ്രോഫിറ്റ് പോർഷൻ ഒന്നും ഇല്ല. ഒക്കെ ഈ സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇത് കോസ്റ്റിലാണ്, പർച്ചേസ് കോസ്റ്റിലാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റിലാണ്, ഒക്കെ കോസ്റ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈസിയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COGS അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റ സാധനത്തിന്റെ കോസ്റ്റ്, ഗുഡ്സ് സോൾഡ് വിറ്റ സാധനങ്ങളുടെ കോസ്റ്റ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കാവുന്നത്. അതെത്രയാ? ഓപ്പണിംഗ് സ്റ്റോക്ക്, കമ്പനിയിൽ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റോക്ക്, പ്ലസ് പർച്ചേസ് ചെയ്ത് പുതിയതായി വന്നത്, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, നമ്മളൊരു കയ്യിൽ ബാക്കിയുള്ള സ്റ്റോക്ക്. അപ്പോൾ അതിന്റെ ബാലൻസ് എന്തായിരിക്കും? ഓൾറെഡി വിറ്റുപോയ സാധനത്തിന്റെ സ്റ്റോക്ക് അല്ലേ? ഓൾറെഡി ഉള്ള സ്റ്റോക്ക്, അതിക്ക് പുതുതായി വന്ന സ്റ്റോക്ക്, മൈനസ് ബാക്കിയുള്ള സ്റ്റോക്ക് എത്ര ഉണ്ടോ അത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിറ്റ സാധനത്തിന്റെ സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000 പ്ലസ് പർച്ചേസ് 60,000 മൈനസ് 20,000 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 55,000 കിട്ടും. ഓക്കെ, ഇതൊക്കെ ഏറ്റവും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഓക്കെ, ആൻഡ് നേരത്തെ ചോദിച്ച പോലത്തെ ഒന്നും കൂടി ചോദിക്കണോ? ആണോ? വേണ്ട. ഓക്കെ, ഇനി ഒരു ഡിപ്രീസിയേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, മെഷീന്റെ കോസ്റ്റ് 1 lakh ആണ്. നമ്മളെ മെഷീന്റെ കോസ്റ്റ് 1 lakh ആണ്. ഡിപ്രീസിയേഷൻ 10% പെർ ഇയർ ഡിപ്രീസിയേഷൻ 10%. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെഷീന്റെ ബുക്ക് വാല്യൂ ആഫ്റ്റർ 4 years എന്തായിരിക്കും? ഈസിയാണ്. ഈ ടേം ഒന്നും എന്താന്ന് ഞാൻ പറയില്ലേ, അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യില്ല, നിങ്ങൾ ആൻസർ പറയണം. മെഷീൻ കോസ്റ്റ് 1 lakh, ഡിപ്രീസിയേഷൻ 10% പെർ ഇയർ, SLM മെത്തേഡ്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്. ആൻഡ് ആഫ്റ്റർ 4 years ഈ മെഷീന്റെ ബുക്ക് വാല്യൂ എന്തായിരിക്കും? 60,000 ആണ്. ഓക്കെ, 60,000. വേറെ 10,000 മൈനസ് 10,000 മൈനസ് 10,000 മൈനസ് 10,000 60,000. ഓക്കെ, എല്ലാവരും 60,000 സ്ട്രൈറ്റ് ലൈൻ അല്ലേ? ആ, വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഈസിയാണ്. 1 lakh ഇൻറ്റു 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ഇൻറ്റു 4 എത്ര വരും? 40,000 വരും അല്ലേ? സോ ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്ര വരും? ഡിപ്രീസിയേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ 40,000 വരിക. പക്ഷെ ചോദിച്ചാൽ എന്താ? ബുക്ക് വാല്യൂ ആണ്. അതായത് അസറ്റിന്റെ വാല്യൂ എത്ര ഉണ്ടാവും എന്നുള്ളത് ചോദിച്ചു. അസറ്റിന്റെ വാല്യൂ എത്ര ഉണ്ടാവും? ഓൾറെഡി 1 lakh ഉണ്ടായിരുന്നു മെഷീൻ. ആ മെഷീനിന് നമ്മൾ എത്ര ഡിപ്രീസിയേഷൻ ചെയ്തു? 40,000 ഡിപ്രീസിയേഷൻ ചെയ്തു. ഇപ്പൊ ബാലൻസ് ഉണ്ടാവുന്ന മെഷീൻ എത്ര ഉണ്ടാവുള്ളൂ? 60,000 ഉണ്ടാവുള്ളൂ. അതായത് 4 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ മെഷീന്റെ ബുക്ക് വാല്യൂ എത്രയിലായിരിക്കും ഉണ്ടാവുക? 40,000 ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടി, ഒരു ഡിസ്കൗണ്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ. ഒരു കസ്റ്റമർ എന്ത് ചെയ്തു? കസ്റ്റമർ 20,000 വർത്തുള്ള ഒരു ഗുഡ്സ് ബൈ ചെയ്തു. 20,000 വർത്തുള്ള ഒരു ഗുഡ്സ് എന്ത് ചെയ്തു? കസ്റ്റമർ ബൈ ചെയ്തു. അയാൾക്ക് നമ്മൾ 2 ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 2 ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 2 ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ടുകൾ എന്ന് പറയാം. ഒരു ഡിസ്കൗണ്ട് ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കും. ബിസിനസ്സിലുള്ള 2 ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ടുകളാണ് ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. കേട്ടിട്ടുണ്ടോ? ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. എന്താ ട്രേഡ്? ഞാൻ ആദ്യം ചോദിക്കാം, എന്താ ക്യാഷ് ഡിസ്കൗണ്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയും, എന്താ ക്യാഷ് ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ട് പറഞ്ഞാൽ ഡയറക്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതല്ലേ? അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു 10% ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്. ഓക്കെ, അതായത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നതാണ് ഡയറക്റ്റ് കൊടുക്കുന്ന ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട്. അല്ല, ക്യാഷ് കളക്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് അല്ലേ ക്യാഷ് ഡിസ്കൗണ്ട്? ഓക്കെ, പേയ്മെന്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുണ്ട്. ഓക്കെ, സെയിൽസ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആയിരിക്കും ട്രേഡ് ഡിസ്കൗണ്ട്. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും അഭിപ്രായമാണ്? ഇപ്പൊ 2 അഭിപ്രായമായി. വേറെ ട്രേഡ് ഡിസ്കൗണ്ട് ചിലപ്പോ മെറ്റീരിയൽ ചിലപ്പോ കൂടുതൽ. പറഞ്ഞോളി.
പോയോ? അതായത് കുറച്ച് ഫ്രീ പ്രൊഡക്ട്സ് കൂടുതൽ കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ ഓക്കെ. വേറെ ബാക്കിയുള്ളവരൊക്കെ എന്താ ഐഡിയ? ഒരു പ്രൊഡക്റ്റിന് 100,000 ആണ് വാല്യൂ വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് സെയിലിന് ടൈമിൽ നമ്മൾ ഇപ്പോൾ എന്താ പറയുക ക്രെഡിറ്റേഴ്സ് നമ്മളെ ബയ്യർക്ക് 90,000 ആയിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുന്നതിനാണ് ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ട് ചെയ്യുന്നത്. ഇനി അതല്ല 90,000 ഉള്ള ഇൻവോയ്സ് വാല്യൂമേ ആ കസ്റ്റമർക്ക് നമ്മൾ ഓക്കെ പേയ്മെന്റ് ടൈമിൽ 85,000 പേയ്മെന്റ് ചെയ്താൽ കൊടുക്കുന്നതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞതാണ് പറഞ്ഞത് തന്നെയാണ് എന്ത് നേരത്തെ രാജ് കപൂറും പറഞ്ഞത് തന്നെയാണ് എന്ത് ആൻസർ. അതായത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻവോയ്സ് അടിക്കുന്ന സമയത്ത് ബില്ല് അടിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും അല്ലേ. നമ്മൾ ആ സാധനം വിൽക്കുന്ന സമയത്ത് തന്നെ പ്രൈസ് ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻവോയ്സിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ഡിസ്കൗണ്ട് ആഡ് ചെയ്യും. ഈ ഡിസ്കൗണ്ട് ചെയ്യുന്ന ഇവിടെ കാണിക്കുന്ന ഈ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, ഈ ഡിസ്കൗണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഡിസ്കൗണ്ടും എന്തുണ്ടാവില്ല, വാറ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല, വാറ്റ് ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണേ, പ്രൊഡക്റ്റ് ഇൻവോയ്സ് അടിക്കണം. ഓക്കെ, ഇൻവോയ്സ് അടിച്ചു, പ്രൊഡക്റ്റിന്റെ വില 100 രൂപ കിട്ടി. ഓക്കെ, സാധനത്തിന്റെ വില 100 രൂപയാണ്. നിങ്ങൾ എന്ത് ചെയ്തു, 100 രൂപയിൽ നിന്ന് ആ കസ്റ്റമർക്ക് എന്ത് ചെയ്തു 10% ഡിസ്കൗണ്ട് കൊടുക്കാന്ന് വിചാരിച്ചു. ഇൻവോയ്സ് തന്നെ നിങ്ങൾ അടിച്ചു 10. അപ്പൊ എത്ര ഡിസ്കൗണ്ട് വരും? 100 - 10 ഡിസ്കൗണ്ട് വരും. ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 90 ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇതിൽ ഏത് എമൗണ്ടുമ്പോൾ വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം? 100 90 വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മള് 90 90 നമ്മൾ എന്ത് ചെയ്യുക വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരിക്കലും എന്തിന്മ കാൽക്കുലേറ്റ് ചെയ്യരുത്, 100 കാൽക്കുലേറ്റ് ചെയ്ത്. അതായത് 90ന്റെ 5% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാറ്റ് കൊടുക്കേണ്ടത്. അല്ലാതെ 100ന്റെ 5% അല്ല വാറ്റ് കൊടുക്കേണ്ടത്. അതായത് ട്രേഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വാറ്റ് കൊടുക്കുള്ളൂ. അപ്പൊ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലുണ്ടാവും? നിങ്ങൾ ഇൻവോയ്സിൽ ഉണ്ടാവും. നിങ്ങൾ ഡിസ്കൗണ്ട് നിങ്ങൾ ടാക്സ് ഇൻവോയ്സ് അടിക്കുന്ന സമയത്ത് ആ ടാക്സ് ഇൻവോയ്സിൽ ആരുണ്ടാവും? ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. അതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇനിയിപ്പോൾ ഈ കസ്റ്റമർക്ക് ഇങ്ങനെ ബില്ലൊക്കെ അടിച്ചു, കസ്റ്റമർക്ക് എന്ത് ചെയ്തു, പേയ്മെന്റ് ഒക്കെ പറഞ്ഞ് ഒക്കെ റെഡിയായി. ഒരു 2 months എന്ത് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് പീരീഡ് ഉണ്ട്, അല്ലെങ്കിൽ 1 month പീരീഡ് ഉണ്ട്. 1 month കഴിഞ്ഞിട്ടാണ് കസ്റ്റമർ എന്ത് ചെയ്യുന്നത്, പേയ്മെന്റ് തരുന്നത്. അപ്പോൾ കസ്റ്റമർ ഏകദേശം 90 നമുക്ക് തരാനുണ്ടായിരുന്നത്. ആ സമയത്ത് കസ്റ്റമർ നമ്മളോട് എന്ത് ചെയ്തു, ഫുൾ എമൗണ്ട് വേണോ, എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് തരും, അല്ലെങ്കിൽ വേണ്ട, 1 month മുന്നേ നമ്മൾ പ്രാക്ടിക്കലി സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 month നമ്മൾ ഒരു കസ്റ്റമർക്ക് ക്രെഡിറ്റ് പീരീഡ് കൊടുത്തതെന്ന് വിചാരിക്കുക. അതായത് അയാളെ പൈസ അടക്കാനുള്ള എമൗണ്ട് പീരീഡ് പറഞ്ഞത്. അയാൾ എന്ത് ചെയ്തു, 1 month മുന്നേ ഒരു 20 days ആയപ്പോൾ തന്നെ പൈസ ആയിട്ടും വന്നു, 20 ദിവസം ആയപ്പോൾ തന്നെ പൈസ ആയിട്ടും വന്നു, അല്ലെങ്കിൽ ഒരു 10 ദിവസം ആയപ്പോൾ തന്നെ എന്ത് ചെയ്തു, പൈസ ആയിട്ടും വന്നു. 1 മാസം കൊടുത്ത ആള് 10 ദിവസം ആയപ്പോൾ തന്നെ എന്ത് ചെയ്യണം, വരികയാണ്. അപ്പോൾ ആക്ച്വലി അത് നല്ലൊരു കാര്യമല്ലേ. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, ഫണ്ട് ഫ്ലോ നടക്കണം നമ്മുടെ ബിസിനസ്സിലേക്ക്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം അല്ലേ. നല്ല കാര്യമാണ്. 1 month ആക്ച്വലി എല്ലാ ബിസിനസ്സുകളും സ്റ്റക്ക് ആവുന്ന പോയിന്റ് എന്താ, ഈ ക്രെഡിറ്റ് സൈക്കിൾ മുന്നോട്ട് പോകുമ്പോഴാണ് പല ബിസിനസ്സുകളും പൊളിയുക. പല ബിസിനസ്സും പൊളിയുന്നതുകൊണ്ടാ അവരുടെ പർച്ചേസ് ചെയ്ത ആൾക്കാർക്കുള്ള ക്രെഡിറ്റ് സൈക്കിൾ കുറവും അവരുടെ സെയിൽസ് ചെയ്യുന്ന ആൾക്കാരുടെ ക്രെഡിറ്റ് സൈക്കിൾ കൂടുതലായിരിക്കും. അതായത് സെയിൽസ് ചെയ്ത് കിട്ടുന്ന പൈസ കുറേ കഴിഞ്ഞിട്ടും കിട്ടും, പർച്ചേസ് ചെയ്യുന്ന പാർട്ടിക്ക് കൊടുക്കാൻ നാളെ തന്നെ കൊടുക്കും വേണ്ടി വരും, അല്ലെങ്കിൽ സാലറിയും കാര്യങ്ങളൊക്കെ നാളെ തന്നെ കൊടുക്കും വേണ്ടി വരും. ഈ ക്രെഡിറ്റ് സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുമ്പോൾ ക്യാഷ് ഫണ്ട് ഫ്ലോ മാറുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പല ബിസിനസ്സുകളും പ്രശ്നത്തിലേക്ക് പോവാം. അപ്പോൾ ആക്ച്വലി നമ്മുടെ ക്രെഡിറ്റർ നമുക്ക് ഒരാൾ പൈസ തരാനുള്ള ഒരാൾ നേരത്തെ കൊണ്ടുതരിക പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല പ്രാക്ടീസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രൊമോട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അയാൾ 90 രൂപയാണ് നമുക്ക് തരാനുള്ളത്. നമ്മൾ അയാളോട് പറയണത്, 1 മാസം നിങ്ങൾക്ക് തന്നിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തു, 20 ദിവസം കൊണ്ട് തന്നെ പൈസ ആയിട്ടും വന്നു, അല്ലെങ്കിൽ 10 ദിവസം തന്നെ പൈസ ആയിട്ടും വന്നു. ആ വന്നുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു 5 രൂപ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നു നിങ്ങൾക്ക്. അപ്പം അയാളും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. അയാൾ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും, കുറച്ചും കൂടി നേരത്തെ കൊണ്ടുവരാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഇതേപോലെ നേരത്തെ ഫണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. നമ്മളെ ഫണ്ട് ഫ്ലോ കുറച്ചും കൂടി ബെറ്റർ ആവും. ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നമുക്ക് എന്തല്ല, ഒരു നഷ്ടമല്ല. ആ സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫണ്ട് ഇൻഫ്ലോ കൂടുതലായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിസ്കൗണ്ട് കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യും, 90 കൊടുക്കാനുള്ള ആളോട് പറയുന്നത് 85 തന്നാൽ മതി, അല്ലെങ്കിൽ 87 തന്നാൽ മതി, അല്ലെങ്കിൽ 83 തന്നാൽ മതി. വലിയ എമൗണ്ട് ആയിരിക്കില്ല, ഒരു ചെറിയ പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കും. ആ ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ രണ്ടും 2 രീതിയിലുള്ള ഡിസ്കൗണ്ടുകളാണ്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബില്ലടിക്കുന്ന മൊമെന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ബുക്ക് ചെയ്യും. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ആയിരിക്കും, പാർട്ടിനെ ക്ലോസ് ചെയ്യുന്ന സമയത്തായിരിക്കും ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ചില ലെഡ്ജറുകളൊക്കെ, ഡെപ്റ്റർ ലെഡ്ജറൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് വരുന്ന സമയത്ത് ചില ലെഡ്ജറൊക്കെ എന്തുണ്ടാവും, ചിലപ്പോൾ ഒരു 2000 3000 ഒക്കെ ഇനിയും ഡെപ്റ്റർ ക്ലോസ് ചെയ്യാതെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഓണർ പറയും നമ്മളോട്, എന്ത് ഡിസ്കൗണ്ട് അടിച്ചാളാ, അത് ഒഴിവാക്കിക്കളാ, ഡിസ്കൗണ്ട് അടിച്ച് വിടുമെന്ന് പറയും. അപ്പോൾ അതാണെന്ത്, ക്യാഷ് ഡിസ്കൗണ്ട്. അതായത് ആക്ച്വലി ആ ലെഡ്ജർ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സെയിൽസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പേയ്മെന്റിന്റെ സമയത്ത്, അല്ലെങ്കിൽ റെസിപ്റ്റിന്റെ സമയത്ത് നടക്കുന്ന ഡിസ്കൗണ്ട് ആണെന്ത്, ക്യാഷ് ഡിസ്കൗണ്ട്.
ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബിസിനസ് നടക്കുന്ന സമയത്ത് ഇൻവോയ്സ് അടിക്കുന്ന സമയത്തുള്ളതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ടും വാറ്റും തമ്മിൽ എന്തില്ല, ഒരു ബന്ധവുമില്ല. ഓക്കെ, ക്യാഷ് ഡിസ്കൗണ്ട് കൊടുത്തു വെച്ചിട്ടോ കൊടുത്തില്ല വെച്ചിട്ടൊന്നും വാറ്റിൽ ഒരു മാറ്റവും വരില്ല. പക്ഷെ ട്രേഡ് ഡിസ്കൗണ്ടും വാറ്റും തമ്മിൽ ബന്ധമുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കാൻ പാടുള്ളൂ, വാറ്റ് കൊടുക്കാൻ പാടുള്ളൂ. ട്രേഡ് ഡിസ്കൗണ്ടിന് മുന്നേ ഉള്ള എമൗണ്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, വാറ്റ് കൊടുക്കരുത്. ഓക്കെ, സോ ഇതാണ് ബിസിനസ്സിലുള്ള രണ്ട് ഡിസ്കൗണ്ടുകൾ, ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ അതല്ല, നമ്മൾ കസ്റ്റമർക്ക് 20,000 എന്ത് ചെയ്യാണ്ട് നമ്മളെ കയ്യിൽ നിന്ന് കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങിപ്പോയി. ഓക്കെ, ഗുഡ്സ് വർത്ത് 20,000 വാങ്ങി, നമ്മൾ അയാൾക്ക് 10% ട്രേഡ് ഡിസ്കൗണ്ടും കൊടുത്തിട്ടുണ്ട്, 5% ക്യാഷ് ഡിസ്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. സോ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര ആയിരിക്കും അൾട്ടിമേറ്റ്ലി നമുക്ക് ആ കസ്റ്റമറെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കിട്ടുക? ടോട്ടൽ പേയ്മെന്റ് എത്ര റിസീവ് ആവും? ഈസി ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് സിമ്പിൾ മാത്തമാറ്റിക്സ്. 17,500 17,500. ഓക്കെ, ഒരാൾ 17,500 ആണ്. 17,100. 17,100 പറഞ്ഞു. ഓക്കെ, 500 100 ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ചെറിയ പ്രശ്നമൊന്നും അല്ലേ, രണ്ടാൾക്ക് രണ്ട് വന്നു. ഓക്കെ, വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്ത് നോക്കണ്ട? 16,560. 16 സംതിങ് വന്നു. ഓക്കെ, ഈസി അല്ലേ? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കും. ഈസിയാണ് അല്ലേ? 20,000ന്റെ 10% ആദ്യം എന്ത് ചെയ്യുന്നു, ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞു ഡിസ്കൗണ്ടുകളിൽ ആദ്യം നമ്മൾ പരിഗണിക്കേണ്ട ഡിസ്കൗണ്ട്. ഇവിടെ പലർക്കും തെറ്റാൻ കാരണം ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, 5% ആദ്യം എടുത്തിട്ടുണ്ടാവും. 20,000 5% ആദ്യം എടുക്കേണ്ടത് എപ്പോഴും എന്താണ്, അത് ട്രേഡ് 5 ഡിസ്കൗണ്ട്. ആണ്, ഞാൻ 8 ആണ് കൂട്ടിയത്. ഓക്കെ, ഇത് 5% ആണ്, 5 ആണ്, ഓക്കെ. ഇത് 10 ആണ്. ഓക്കെ, അപ്പൊ 20,000ന്റെ 10% ആണ് ആദ്യം പരിഗണിക്കുക. ആദ്യം ട്രേഡ് ഡിസ്കൗണ്ട് ആണ് എടുക്കുക. അപ്പൊ 20,000ന്റെ 10% പറഞ്ഞാൽ എത്ര ഉണ്ട്, 2,000 ഉണ്ട്. സോ ഡിസ്കൗണ്ട്, ആദ്യത്തെ ഡിസ്കൗണ്ട് 2,000 വരും. അപ്പൊ 20 2,000 പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് 18,000 ഉണ്ടാവുള്ളൂ. ആ 18,000ന്റെ ആണ് എന്ത് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുക, 5%. 5%. 18,000ന്റെ 5% പറഞ്ഞാൽ ഏകദേശം 900 വരും. 900. അപ്പൊ 17,100. അപ്പോൾ 18,000 മൈനസ് 900 പറയുമ്പോൾ 17,100 ആണ് ആൻസർ വരും. ഓക്കെ, സോ അതാണ് വേറെ കേസ്. ഇനി ഓക്കെ, ഇനി ഒറ്റൊന്നും കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് പറയാം. നമുക്ക് നാളെ ഇതും കൂടി കണ്ടിന്യൂ ചെയ്യാം. നാളെ നമ്മൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞത്, ജസ്റ്റ് ട്രിക്കി ചെറിയ പൊടിക്കൈകളാണ് പറഞ്ഞത്. നാളെ നമ്മൾ പഠിച്ചത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സാധനം കൂടി ചെയ്യാം. ഇത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് ഐഡിയ ആവുള്ളൂ. ഓക്കെ, and നാളെ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കലിൽ അനുഭവിച്ച എല്ലാ ഡൗട്ടുകളായിട്ടും വരണം. ഓക്കെ, അക്കൗണ്ട്സിൽ നമ്മളെല്ലാവരും കുറേ കാലം പരിചയമുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ. അപ്പോൾ ഇതുവരെ എന്തൊക്കെ ഡൗട്ടുകൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായോ അതൊക്കെ ആയിട്ട് നിങ്ങൾ വരണം. എല്ലാ സംശയങ്ങളും എല്ലാ പ്രശ്നങ്ങളായിട്ടും വരണം. അതിൻ്റെ എല്ലാവരും അവരവരുടെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും എല്ലാവരും ഷെയർ ചെയ്യണം. ആരും ഉണ്ടായിരിക്കരുത്. എല്ലാവരും എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യനെങ്കിലും എല്ലാവരും പറയണം. അതായത് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ അക്കൗണ്ട്സിൽ പ്രശ്നം ഉണ്ടായിരുന്നു, അതിനെന്താ സൊല്യൂഷൻ എന്നുള്ളത് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ കൈൻഡ് ഓഫ് ഈസി ആയിട്ടുള്ള ഇതൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല, രണ്ടായാലും കുഴപ്പമില്ല. എന്തായാലും എന്ത് ചെയ്യണം, എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരണം. ആൻഡ് നാളെ നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുക. പക്ഷേ ഇത് നമ്മൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊടിക്കൈകൾ +2 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. നാളെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ക്യാഷ് ഫ്ലോയിൽ നമ്മൾ പഠിച്ചത്, ലീസിൽ നമ്മൾ പഠിച്ചത്, പ്രൊവിഷൻസിൽ നമ്മൾ പഠിച്ചതൊക്കെ ആണ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക. ആൻഡ് സ്റ്റിൽ ഇന്ന് നമ്മൾ ഈസി ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് പല ആൾക്കാർക്കും എന്തും അറിയുന്നില്ല, വാറ്റിന്റെ ക്ലോസിംഗ് ഒന്നും അറിയണില്ല. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതെന്തായാലും അറിയണം. വാറ്റ് എങ്ങനെ ക്ലോസ് ചെയ്യുക എന്നുള്ളത് എന്തായാലും അറിയണം. ഓക്കെ, ആ ലെഡ്ജർ ക്ലോസ് ചെയ്യാൻ അറിയാതെ നമ്മളിപ്പോൾ എത്ര പ്രൊവിഷൻ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ബേസിക് അറിയാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഇടയിൽ പറയും. ഓക്കെ, അപ്പോൾ നാളെ അതിനാണ് വരുന്നത്. ആൻഡ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒറ്റ ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഏറ്റവും സിമ്പിൾ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി. ഓക്കെ,
ഒരു ട്രേഡർക്ക്, ഒരു ബിസിനസ്സുകാരന് ഓക്കെ 25% പ്രോഫിറ്റ് വേണം ഓൺ കോസ്റ്റ്. അയാളുടെ കോസ്റ്റിന്റെ 25% പ്രോഫിറ്റ് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കോസ്റ്റ്, ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, കോസ്റ്റ് 8,000 ആണെന്നുണ്ടെങ്കിൽ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? ഈസി അല്ലേ? സിമ്പിൾ അല്ലേ? ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചേ. സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? കോസ്റ്റ് 8,000 ആണ്, 25% പ്രോഫിറ്റ് വേണം കോസ്റ്റുമേ. എത്ര വരും സെല്ലിംഗ് പ്രൈസ്? 10,000. 10,000 വരും അല്ലേ? ഈസിയാണ്. അതായത് 8,000ന്റെ 25% ആണ് എന്ത് വരിക? പ്രോഫിറ്റ് വരിക. അതല്ലെങ്കിൽ മാർക്കപ്പ് വരിക. ഇതൊന്ന് ട്രിക്ക് ആക്കാൻ ഈസിയാണ്. ഇത് തിരിച്ചുകൊണ്ട് ഇട്ടാൽ മതി. ഓൺ കോസ്റ്റ് എന്നുള്ളിടത്തുനിന്ന് ഓൺ സെയിൽസ് ഇട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഇവിടെ തലതിറ്റും. ഞാൻ അങ്ങനെ ഇടാത്തോണ്ടാണ്. അവിടെ കിടന്നോട്ടെ, നമുക്ക് അതും കൂടി ഒന്ന് ഈസി ആയിട്ടുള്ള പരിപാടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയിലേക്ക് പോവാം. ഓക്കെ, സോ 8,000ന്റെ 25% ആണ് എന്ത് വരിക? പ്രോഫിറ്റ് വരിക. ആ പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റിന്റെ കൂടെ കൂട്ടുക. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2,000 ആയിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ കോസ്റ്റ് 8,000 പ്ലസ് പ്രോഫിറ്റ് 2,000, സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 10,000 വരും. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇന്ന് നമ്മൾ ഫുൾ ഈസി, ഞാൻ പറഞ്ഞു തന്നത് ഇന്ന് നമ്മൾ ഫുൾ ഈസി പരിപാടികളെ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ വാറ്റിന്റെ സൈഡൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആ സൈഡൊക്കെ നിങ്ങൾ എല്ലാവരും റെഡി ആക്കണം. ഓക്കെ, അതെന്തായാലും അറിയാതെ നമുക്ക് വേറെ ഒന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നാളെ നമ്മൾ എന്ത് ചെയ്യും? ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുക. പക്ഷെ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് ടച്ച് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കൂടിയാണ് നമ്മൾ പറയാം. പ്ലസ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും, അവരുടെ ഒരു ഡൗട്ടെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും കൊണ്ടുവരണം. ഏതെങ്കിലും ഒരു സൈഡ്, നിങ്ങളിപ്പോൾ നമ്മൾ പഠിച്ചു തന്നെ ആണെന്നില്ല, അക്കൗണ്ട്സ് ആവണം, വേറെ ഒന്നും കൊണ്ടുവരരുത്. വാറ്റിലും കോർപ്പറേറ്റ് ടാക്സിലൊക്കെ ഉള്ള സംശയങ്ങളൊന്നും കൊണ്ടുവരരുത്. അക്കൗണ്ട്സിൽ നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ച ഭാഗത്തോ എവിടെന്നെങ്കിലും, ഇനിയിപ്പോൾ ഞാൻ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം അനുഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചതെന്നെങ്കിലും എന്ത് ചെയ്യണം? ഒരു സംശയമായിട്ടും നാളെ എല്ലാവരും വരണം. ഓക്കെ, നാളെ നമ്മൾ ഇതന്നെ ചെയ്യും. അപ്പോൾ കൈൻഡ് ഓഫ് സത്യം പറഞ്ഞാൽ നമ്മളൊരു ബ്രേക്കിലാണ്. നമ്മളിപ്പോൾ വലിയൊരു സെഷൻ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്കാണ്. 2 ദിവസം ഒരു ബ്രേക്ക് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? മറ്റന്നാളെ തൊട്ട് നമ്മുടെ മേജർ ടോപ്പിക്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, എൻ്റെ ചെയ്യല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ, എന്ത് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, സോ ബൈ. സോ നാളെ കാണാം. ബൈ സർ, താങ്ക് യു. Okay, good night. ഗുഡ് നൈറ്റ്.